ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആകാശയാത്രയിലെ അത്ഭുതങ്ങൾ എന്ന ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പരിശുദ്ധമായ റജബ് മാസത്തിൽ എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ് ആകാശയാത്രയെക്കുറിച്ച്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ അനർഘമായി അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ് മിഅ്റാജിനും ഇസ്രാഇനും വേണ്ടി നബിയെ അള്ളാഹു തെരഞ്ഞെടുത്തു എന്നുള്ളത്. ഇസ്രാഇനെ ഒരാള് നിശ്ചിതമായി നിഷേധിച്ചു കഴിഞ്ഞാൽ സംശയം വേണ്ട, അവൻ ഇസ്ലാമിൽ നിന്നും പുറത്താണ്. കാരണം ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. മിഅ്റാജും അങ്ങനെ തന്നെയാണ്. എന്നാലും മിഅ്റാജിന്റെ വിഷയത്തിൽ ഒരു മനുഷ്യൻ നിഷേധാത്മകമായ സമീപനം പുലർത്തി കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം മുബ്തദി എന്ന് രേഖപ്പെടുത്തിയ മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ കടന്നു വരുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരം കൊണ്ട് തന്നെ ചെയ്ത ആത്മീയമായ യാത്രയാണ് ഇസ്രാഉം മിഅ്റാജും. രണ്ടും ഒരു യാത്ര തന്നെ. രണ്ട് തരത്തിൽ രണ്ട് പേരിൽ അറിയപ്പെടുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ ഇസ്രാഉം മിഅ്റാജും ഒരു യാത്രയാണ്. രണ്ട് പേരിൽ അറിയപ്പെടാൻ കാരണം ഇത് രണ്ട് ലോകങ്ങളിലൂടെ നടന്ന യാത്രയായതുകൊണ്ട്. ഇതവിടുത്തെ ശരീരം കൊണ്ട് ചെയ്തു എന്നത് മുഅ്മിനീങ്ങൾക്ക് തർക്കമില്ലാത്ത കാര്യമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ ഇസ്രാഇനെ കുറിച്ച് പറയുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സൽ ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹു എത്ര മനോഹരമായ ഈ സംഭവത്തെ അവതരിപ്പിച്ചത്. ഇസ്രാ, മക്കയിൽ നിന്നും ഫലസ്തീനിലേക്കുള്ള യാത്ര. സുബ്ഹാനല്ലദീ, ഒരു തമ്പുരാൻ എത്ര പരിശുദ്ധനാ. സുബ്ഹാന എന്ന പ്രയോഗം ഖുർആൻ പറഞ്ഞത് അതിന് ശേഷമുള്ളത് ഒരു അത്ഭുതമായതുകൊണ്ടാണ്. സുബ്ഹാന കൊണ്ടുള്ള പ്രയോഗം അത്ഭുതത്തെ സൂചിപ്പിക്കുന്നു. നമ്മളങ്ങനെ കാണാറുണ്ടല്ലോ, ഒറ്റ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരാത്ത കാക്ക ഒരു വെള്ളിയാഴ്ച 11:35 തൊപ്പിയൊക്കെ ധരിച്ച് താടിയൊക്കെ നല്ല സെറ്റപ്പായി വെട്ടി നിർത്തി നല്ല ശുഭവസ്ത്രധാരിയായി പള്ളിയുടെ ആ ഹൗദുങ്കരയിലേക്ക് ഇങ്ങനെ നടന്ന് നീങ്ങി വരുന്ന കാണുമ്പോൾ നേരത്തെ പള്ളിയിലെത്തിയ സെക്രട്ടറി ആണെങ്കിൽ എന്ത് പറയും? സുബ്ഹാനല്ലാഹ്, എന്താ ഈ കാണുന്നത്? സാധാരണക്കാരന്റെ സാധാരണ ജീവിതത്തിന്റെ സാധാരണ സംഭവമായി സുബ്ഹാന എന്ന പദം ഇടം പിടിച്ചിരിക്കുന്നു. സുബ്ഹാന എന്ന് പറഞ്ഞാൽ അത് അത്ഭുതത്തെ കുറിക്കുന്നതാണ്. ഈ ആയത്ത് തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു, ഫത്തസ്ബീഹു ഇന്നമാ യകൂനു ഇൻദ ഉമൂരിൽ ഇലാം. അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാ അല്ലാഹുവിന്റെ ഖുർആനിൽ തസ്ബീഹ് കൊണ്ട് തുടങ്ങാം. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലല്ലദീ ഖലഖ ഫസവ്വാ. അല്ലാഹുവിന്റെ മഹോന്നതമായ സ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അവന്റെ നാമത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അറിയാതെ ചിന്തിച്ചു പോകും, പറഞ്ഞു പോകും സുബ്ഹാനല്ലാഹ്. സുബ്ഹാന അത്ഭുതത്തിന്റെ സൂചനയാ. ഇമാം അബുൽ ഫിദാ ഇസ്മാഈൽ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, ഫലോ കാന മനാമ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ ഇസ്രാഉം മിഅ്റാജും സ്വപ്നമായിരുന്നുവെങ്കിൽ ലം യകും ഫീഹി ശൈഉൻ ഖബീർ, അതിൽ അത്ഭുതമില്ലല്ലോ. സ്വപ്നമായിരുന്നുവെങ്കിൽ അത്ഭുതമില്ലല്ലോ.
ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു, ഞാൻ അമേരിക്കയിൽ പോയി സ്വപ്നം കണ്ടു, അമേരിക്കയുടെ പ്രസിഡന്റുമായി സംസാരിച്ച് സ്വപ്നം കണ്ടു. അതിലെന്താ അത്ഭുതം? അത് ആർക്കും പറ്റുന്നതാ. അത്ഭുതമുള്ളിടത്ത് പറയേണ്ട സുബ്ഹാന ഖുർആൻ പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അത്ഭുതമാ. അത്ഭുതമെന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് യാത്ര ചെയ്യുന്നോടത്ത അത്ഭുതം. സ്വപ്നത്തിന് അത്ഭുതമില്ല. ഇമാം ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, ഇത് അത്ഭുതമായ ശരീരം കൊണ്ടുള്ള സഞ്ചാരമായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഹബീബിനെ കളവാക്കുവാനും തള്ളിപ്പറയുവാനും ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാർ സമയം കണ്ടെത്തിയത് എന്തിന്റെ പേരിലാണെന്നറിയുമോ? ശരീരം കൊണ്ടുപോയി എന്ന് പറഞ്ഞോടത്താം. ഖുർആൻ പറയുന്നു, തന്റെ അടിമയെ രാത്രിയിൽ കുറഞ്ഞ സമയം കൊണ്ട് സഞ്ചരിപ്പിച്ച തമ്പുരാൻ. അബ്ദ് എന്ന് പറയണമെങ്കിൽ ശരീരവും റൂഹും ഒത്തുചേരുന്ന ആ രൂപത്തിനാണ് അബ്ദ് എന്ന് പറയാ. അറബി ഭാഷ അങ്ങനെയാണ്. അപ്പോൾ ഖുർആനി പറഞ്ഞ അബ്ദ് അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരവും റൂഹും സമ്മേളിച്ച ആ യാത്രക്ക് പങ്കെടുത്ത യഥാർത്ഥ ശരീരത്തെ കുറിച്ചാണെന്ന് ആര് പറയുന്നു? ഇബ്നു തീമിയുടെ ശിഷ്യൻ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു. പിന്നെയോ ശരീരമായതുകൊണ്ട് ആ ബുറാഖ് എന്ന വാഹനത്തിന് സഞ്ചാരത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായത്. ബുറാഖ് കൊണ്ടുവരപ്പെട്ടത്, എനിക്ക് ബുറാഖ് കൊണ്ടുവരപ്പെട്ടുവെന്ന് നബിയുനാ റസൂലുള്ളാഹി. وهي دابة النبي فوق الحمار دون البغل يضع حافره عند منتهى طرفه رواه مسلم نبينا رسول الله. سبحان الذي أسرى بعبده ليلا من المسجد الحرام. രാവിന്റെ കുറഞ്ഞ സമയം കൊണ്ട് യാത്ര ചെയ്യിച്ച തമ്പുരാൻ, രാവിന്റെ കുറഞ്ഞ സമയം കൊണ്ട് എത്രയോ പ്രകാശ വർഷങ്ങൾക്കപ്പുറത്തേക്ക് പുന്നാര പൂമാനെ കൊണ്ടുപോയ തമ്പുരാൻ എത്ര അത്ഭുതമായി ഇവിടെ കാണിച്ചിരിക്കുന്നത്. അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തട്ടെ. രാവിന്റെ കുറഞ്ഞ സമയം, അസ്രയും ലൈലും ചേരുമ്പോൾ കൺവെർട്ടഡ് ടൈം, രാവിനെ പിന്നെയും ചുരുക്കി. കുറഞ്ഞ സമയ യാത്ര കൃത്യമായൊന്ന് പറഞ്ഞാൽ ഏകദേശം 5 മണിക്കൂർ യാത്ര. അങ്ങനെ സങ്കല്പിക്കാം, 5-6 മണിക്കൂർ. 1,23,999 നബിമാരെയും കണ്ടു, സ്വർഗം കണ്ടു, നരകം കണ്ടു, അത്ഭുതകരമായ കാഴ്ചകൾ അഖിലം കണ്ടു. ഏറെ നേരം നീണ്ടുനിന്ന സംഭാഷണങ്ങൾ, അതുപോലെ തന്നെ എല്ലാവരുമായുള്ള സൗഹൃദങ്ങൾ. ബൈത്തുൽ മുഖദ്ദസിൽ സുദീർഘമായി നടന്ന സംഗമം, സ്വർഗത്തിന്റെ അകത്തളത്തിന്റെ അത്ഭുതകരമായ കാഴ്ച, നരകത്തിന്റെ കാഴ്ചയെല്ലാം കാണണം. അള്ളാഹുവിന്റെ റസൂലിന്റെ സഞ്ചാരത്തിന് പ്രകാശവർഷം ദൂരങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് സമയം അതിനു വേണ്ടി വന്നാൽ ഈ സംഗമങ്ങളിലും ഈ സായുജ്യങ്ങളിലും പ്രവാചകൻ ആസ്വദിക്കാൻ സമയം പോരാതെ വരും. അതുകൊണ്ട് ഈ യാത്ര തന്നെ അതിവേഗമെന്ന് വിശുദ്ധ ഖുർആൻ. രാവിന്റെ കുറഞ്ഞ ടൈമിൽ യാത്ര ചെയ്തു. യാത്ര കുറഞ്ഞ ടൈം 3 × 10⁵. ആധുനിക സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശത്തെക്കാളും അപ്പുറമായിരുന്നു നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെയായിരുന്നു. അത് അത്ഭുതമായത് കൊണ്ട് ഖുർആൻ സുബ്ഹാന കൊണ്ട് പറഞ്ഞത്, ശൂന്യതയിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ആര് സഞ്ചരിക്കുന്നു? പ്രകാശത്തിന്റെ സാന്നിധ്യം കാണപ്പെടുന്ന പരിശുദ്ധ മിഅ്റാജിന്റെ അകത്തളത്തിലേക്ക് കടന്നു വരുമ്പോൾ, പരിശുദ്ധമായ ഇസ്രാഇന്റെ അകത്തളത്തിലേക്ക് കടന്നു വരുമ്പോൾ, പ്രകാശത്തിന്റെ വേഗത അല്ല, അതിനപ്പുറം. ഇസ്രാഉം മിഅ്റാജും ഒറ്റ യാത്രയാണ്. 2 പേരിൽ അറിയപ്പെടുന്ന 2 പാർട്ടുകളാണ്.
യാത്ര ഒരു യാത്ര, ഒരാൾ ചെയ്ത യാത്ര, ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്ര, ഒരു വാഹനം, ഒരു സതീർത്ഥ്യൻ, ഒരു തമ്പുരാൻ, എല്ലാം ഒന്ന് തന്നെ, പക്ഷെ രണ്ട് പേരിൽ അറിയപ്പെട്ടു. എന്തുകൊണ്ട് ഖുർആൻ ഇസ്രാ പറഞ്ഞതിന്റെ തൊട്ടുപിറകെ മിഅ്റാജ് ഈ ആയത്തിൽ പറഞ്ഞില്ല? അതിന്റെ പേരിൽ നിഷേധിച്ചവരുണ്ട്. ഇസ്രാ പറഞ്ഞതിന്റെ തൊട്ടുപിറകെ അല്ലാഹു മിഅ്റാജിനെ ഈ ആയത്തിൽ പറഞ്ഞില്ല. പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് തന്റെ ഇഷ്ടദാസനെ അബ്ദ് എന്ന പദം അല്ലാഹു കൊണ്ടുവന്നത് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ളപ്പോൾ തന്റെ അടിമയെ വിളിക്കുന്ന ഒരു പദമാണ് അബ്ദ് എന്ന് ഇബ്നു അബ്ബാസ് രേഖപ്പെടുത്തുന്നു റളിയല്ലാഹു അൻഹു. ആർക്കും കിട്ടാത്ത അവസരം. എന്തുകൊണ്ടാണ് അല്ലാഹു ഇസ്രാഇന്റെ പിന്നാലെ മിഅ്റാജ് പറയാതിരുന്നത്? ചിന്തിക്കുക. അസ്റാ രാത്രിയിൽ സഞ്ചരിച്ചു. മക്കയും മദീനയും ജോർദാനും ഫലസ്തീനും ലബനാനും ഇസ്രായേലും എല്ലാം ആ പ്രവശ്യ മുഴുവനും രാത്രിയാണ്. ആയത്തിൽ അസ്റാ രാത്രിയിൽ സഞ്ചരിപ്പിച്ചു. ലൈല രാത്രിയുടെ കുറഞ്ഞ സമയം, ലൈല് രാത്രി, നഹാറ് പകല്. അസ്രയും രാത്രി, ലൈലും രാത്രി. ഇനി ചിന്തിക്ക, രാത്രി എന്ന് പറഞ്ഞാൽ എന്താ? രാത്രി എന്ന് പറഞ്ഞാൽ ഭൂമി എന്ന ഉരുണ്ട ഗോളത്തിന്റെ ഒരു വശത്ത് സൂര്യന്റെ പ്രകാശം അടിക്കുമ്പോൾ പ്രകാശം സ്വീകരിക്കുന്ന ആ ഗോളത്തിന്റെ അർദ്ധഭാഗത്തിന്റെ നിഴല് മറുവശത്ത് വരുന്നു. ആ നിഴലിന്, ആ ഇരുട്ടിന് പറയുന്ന പേരാണ് രാത്രി. അതിനൊരു പരിധിയുണ്ട്, അതിനൊരു കറക്റ്റ് ഒരു ഹൈറ്റ് ഉണ്ട്. ഭൂമിയുടെ ഗോളാകൃതിക്ക് അള്ളാഹു നിർണയിച്ച ഹൈറ്റ് എത്രയോ ആ നിഴലാണ്, അത്ര ഹൈറ്റ് ഉണ്ടാവും. ആ നിഴല് വിട്ട്, ആ ഉയരം വിട്ട് അപ്പുറം കടന്നാൽ പിന്നെ വെളിച്ചമാണ്. എങ്ങനെ? സൗരയുധം കഴിഞ്ഞപ്പുറത്തേക്ക് കടന്നാൽ പിന്നെ ഗാലക്സികൾ, ഒരുപാട് നക്ഷത്രങ്ങളുടെ ഇടയിലൂടെ പോകേണ്ട യാത്ര. അത് മിഅ്റാജ്. മിഅ്റാജ് നക്ഷത്രങ്ങളുടെ ഇടയിലൂടെ പോയ ആ യാത്രയെ കുറിച്ച് അല്ലാഹു പ്രകാശത്തിലൂടെ സഞ്ചരിച്ച മിഅ്റാജിനെ കുറിച്ച് ഇരുട്ടിലൂടെ സഞ്ചരിച്ച ഇസ്രാഇന്റെ പിന്നിൽ പറയൽ ശരിയല്ല. ഇരുട്ടിൽ നടന്നത് ഇസ്രാഇന്റെ പിന്നില് വെളിച്ചത്തിൽ നടന്ന മിഅ്റാജ് പറയാൻ പാടില്ല. ഖുർആൻ ശാസ്ത്രീയമായ ഇന്നത്തെ കണ്ടെത്തലുകളോട് വൈരുദ്ധ്യം പുലർത്തി പോകും. യാഥാർത്ഥ്യങ്ങളോട് ഖുർആൻ നിരക്കാതെ വരും. I could not fight a single error in Quran. I had to stop and ask myself, if a man was the author of the Quran, how could he have written facts in the 7th century AD that today are shown to be in keeping with modern scientific knowledge എന്ന് മോറിസ് ബുഖാരി പോലും രേഖപ്പെടുത്തിയ വിശുദ്ധ ഖുർആൻ. ഇസ്രാ നടന്നത് ഇരുട്ടിലും മിഅ്റാജ് നടന്നത് വെളിച്ചത്തില. രണ്ട് തലങ്ങളിലായതുകൊണ്ട് അള്ളാഹു രണ്ട് പേര് കൊടുത്തു. മാത്രമല്ല, മിഅ്റാജ് എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ള യാത്രയ്ക്ക് പറയാൻ പറ്റും. ഹൈറ്റ് ആണ് മിഅ്റാജ്. ഇസ്മുൽ ആലത്ത് കയറാൻ ഉപയോഗിക്കുന്ന ഉപകരണം കോണി എന്നാണ് അതിനർത്ഥം. കോണി എപ്പോഴും എങ്ങോട്ടാ? സൈഡിലേക്കല്ലല്ലോ. കോണി വെക്കുന്നത് മോളിൽ കയറാനാ, മുകളിലേക്കാണ്. അങ്ങനത്തെ യാത്രക്ക് ആ പേരെ പറ്റൂ. ആ യാത്രക്ക് അങ്ങനെയാ പറയാ. നമ്മുടെ നാട്ടിൽ ഒരു പ്രഗത്ഭനുണ്ട്. ആ പ്രഗത്ഭനായ മനുഷ്യൻ വീട്ടിൽ നിന്നിറങ്ങി. പ്രഗത്ഭനായ മനുഷ്യന്റെ ഉമ്മ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. ഉദാഹരണം, അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് കുട്ടി. മുഹമ്മദ് കുട്ടി ഇവിടെ നിന്ന് ഇറങ്ങി. അദ്ദേഹം കയറിയത് MLA എന്ന ബോർഡ് വെച്ച ഒരു വാഹനത്തിലാണ്. മുഹമ്മദ് കുട്ടി നാട്ടിൽ MLA ആണ്. പിന്നെ ആ നാട്ടിലൂടെ വീട്ടിൽ നിന്നും തുടങ്ങിയ യാത്ര ഗേറ്റ് വിട്ട് പുറത്ത് കടന്നാൽ പിന്നെ കാണുന്നവർ അദ്ദേഹത്തിന്റെ ആ തുടങ്ങിയ വീട്ടിൽ നിന്നും തുടങ്ങിയ യാത്രയെ കുറിച്ച് പിന്നെ പറയുന്നത് മുഹമ്മദ് കുട്ടി പോകുന്നു എന്നല്ല. ആരാ പോകുന്നത്? MLA പോകുന്നു. വാഹനവും ഒന്ന് തന്നെ, യാത്ര ചെയ്യുന്ന വ്യക്തിയും ഒന്ന് തന്നെ, യാത്ര തുടങ്ങിയ സ്ഥലവും അവസാനിക്കുന്ന സ്ഥലവും രണ്ടഗ്രങ്ങളും രണ്ട് യാത്രയിലല്ല ഒറ്റ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന പോലെ, പക്ഷേ രണ്ടു പേരിൽ അറിയപ്പെട്ടു. وسريت ليلا لا يزال بهيما فوق البراق مسرزا مزموما ترقي يسايرك الأمين نديما
تعلو لحضرة قدسه تقديما صلوا عليه وسلموا تسليما صلى الله على محمد. പ്രകാശവേഗതയിലുള്ള യാത്രയാണ് മിഅ്റാജ്, പ്രകാശവേഗതയിലുള്ള യാത്രയാണ് ഇസ്റാ. എന്റെ പ്രകാശം എന്ന് നാം താൽക്കാലികമായി സങ്കല്പിക്കുന്നു, അതിനപ്പുറമുള്ള യാത്രയാണ്. ആധുനിക സയൻസ് പറഞ്ഞിട്ടുള്ള ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രതിഭാസം പ്രകാശമാണ് എങ്കിൽ കാണാം പരിശുദ്ധ ഇസ്റാ മിഅ്റാജിൽ അഖിലവും പ്രകാശമാ. യാത്ര ചെയ്യുന്ന പ്രവാചകൻ പ്രകാശമാ, യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനം പ്രകാശമാ, യാത്ര ചെയ്യാൻ വേണ്ടി കൂടെ വരുന്ന സഹയാത്രികൻ പ്രകാശമാ, യാത്രയുടെ പരമലക്ഷ്യമായ തമ്പുരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രകാശമാ. പ്രകാശവേഗതയിൽ നോക്കാം. ഒന്നാമത്തെ ആള് യാത്ര ചെയ്യുന്ന ആൾ മുഹമ്മദ് മുസ്തഫ. പ്രകാശ അല്ലാഹുവേ, ഹബീബ് പ്രകാശമല്ലേ. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول. ഹബീബിനെ കുറിച്ച് ആര് പറഞ്ഞാലും പ്രകാശം പറയാ. അന്ത സുൻ അന്ത ബദ്റു അന്ത നൂറു ഫൗഖ നൂരി അല്ലാഹ് അന്ത കസീറു വാലി അന്ത മിസ്ബാഹു സുദൂരി അല്ലാഹ് യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും അല്ലാഹ് യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹി അലൈക്കും. അന്ത ശംസുൻ നബിയേ, അങ്ങ് സൂര്യനാണ് പ്രവാചകരെ. അന്ത ബദ്റുൻ, അങ്ങ് പരിപൂർണമായ അമ്പിളിയാണ് നബിയേ. എവിടെയും പ്രകാശം മുഹമ്മദ് മുസ്തഫ. ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി. ഒരു വീട്ടിൽ അങ്ങ് പാർത്താൽ ആ വീട്ടിൽ പിന്നെ ഒരു വിളക്ക് വേണ്ട നബിയേ. വിശുദ്ധ ഖുർആൻ. إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. അല്ലാഹുവിന്റെ ഹബീബ് സിറാജ, അല്ലാഹുവിന്റെ ഹബീബ് മുനീറ. വിശുദ്ധ ഖുർആൻ. വെളിച്ചം വിതറുന്ന ലോകത്തിന്റെ മരതകമുത്തേ നബി മുഹമ്മദ് മുസ്തഫ. സൂറത്തുൽ മാഇദയുടെ 15-ാമത്തെ ആയത്ത്, ഖദ് ജാഅകും മിനല്ലാഹി നൂറു വ കിതാബും മുബീൻ. തീർച്ചയായും നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അല്ലാഹുവിങ്കിൽ നിന്നുള്ള പ്രകാശമാണ്, പിന്നെയോ പരിശുദ്ധ ഖുർആനാണ്. ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, ജലാലുദ്ദീൻ സുയൂത്തി രേഖപ്പെടുത്തുന്നു, ഖുർആൻ പറഞ്ഞ ഈ നൂറുണ്ടല്ലോ, നൂറ് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുന്നാര നബി തങ്ങളുടെ അവിടുത്തെ പ്രകാശമായതുകൊണ്ടാ പുന്നാര ഉമ്മ പൊന്നുമോന് നീ താളമിട്ടുകൊണ്ട് താരാട്ട് പാടിയപ്പോൾ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫി ഖൽബി ഗൈറുല്ലാഹ് നൂറു
മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. താരാട്ട് പാടിയ ഉമ്മയുടെ കൈവിരൽ താളമിട്ടതും നൂറ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പ്രകാശമാണെന്ന് പറയാനാ തീരുന്നില്ല. ഹബീബായ പ്രവാചകൻ മദീനയിലേക്ക് ഹിജറ പോകുന്നു. ദിവസങ്ങൾക്ക് മുന്നേ ഈത്തപ്പനയുടെ മുകളിൽ കയറി എന്റെ നബിയെ ആദ്യം കാണണമെന്ന് ചിന്തിക്കാൻ സഹാബത്ത് അൻസാറുകളായ സഹാബത്ത് മെനക്കെട്ടപ്പോ ദൂരെ നിന്ന് കണ്ട പ്രവാചകനെ കുറിച്ച് അവർ വിളിച്ചു പറഞ്ഞത്, ആർത്തട്ടഹസിച്ചുകൊണ്ട് അവർ ആവേശത്തോടുകൂടെ പറഞ്ഞതെന്താ? പരിപൂർണമായ ചന്ദ്രൻ ഞങ്ങളിലേക്ക് ശോഭിച്ചു വന്നിരിക്കുകയാ. പരിപൂർണമായ അമ്പിളിയുടെ പ്രകാശമാ നബി മുഹമ്മദ് മുസ്തഫ. നബിയെ കണ്ടപ്പോ അങ്ങനെ പറഞ്ഞു പോയത്, ചന്ദ്രൻ ഉദിച്ചു എന്നാ പറഞ്ഞത്. ഐഷ ബീവി വസ്ത്രം തുന്നുമായിരുന്നു. തുന്നിക്കൊണ്ടിരിക്കുമ്പോ കയ്യിലെ സൂചി താഴെ വീണു. ചെറിയ ഇരുട്ടുണ്ട്, സൂചി കാണുന്നില്ല. പുന്നാര നബി തങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ ഒന്നിങ്ങ് നോക്കിയേ, ഞാൻ ആ സൂചി ഒന്ന് എടുക്കട്ടെ നബിയെ. അവിടുത്തെ മുഖത്തിന്റെ വെളിച്ചം കൊണ്ട് പ്രകാശമാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മങ്കൂസ് മൗലിദിൽ ഒരു ഹദീസ് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. കുന്തു നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജല്ല ഖബ്ല അൻ യഖ്ലുഖ ആദം ബിഅൽഫി ആം യുസബ്ബിഹുല്ലാഹ ദാലിക നൂർ വതുസബ്ബിഹുൽ മലായിക. ഇത് മങ്കൂസ് മൗലിദിൽ പറഞ്ഞതിന്റെ പേരിൽ വിഷമം വിചാരിക്കുന്നവർക്ക് ഹദീസ് ഞാൻ പറഞ്ഞു തരാം. 2000 കൊല്ലം മുന്നേ ആദം നബിയെ പടയ്ക്കുന്നതിന്റെ 2000 കൊല്ലം മുന്നേ ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ പ്രകാശമായിരുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ. 14,000 കൊല്ലം മുന്നേ പ്രകാശം എന്ന് പറയുന്ന റിവായത്ത് ഇമാം തസ്തരി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. പ്രകാശം ഹബീബായ പ്രവാചകന്റെ പുണ്യഭൂമിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. അതിൽപ്പെട്ട പ്രത്യേകതകളുണ്ടല്ലോ. കണ്ടാൽ മൃഗങ്ങൾ ഓടലില്ലെന്നുണ്ട്, നിഴലില്ല ശംസൽ എന്നതും നബിക്കുണ്ട്. അള്ളാന്റെ ഹബീബിനെ കണ്ടാൽ മൃഗങ്ങൾ ഓടുകയില്ല, മുന്നിൽ വന്ന് നിൽക്കും, സങ്കടം പറയും, സംവദിക്കും, സംസാരിക്കും. പുന്നാര നബി തങ്ങൾ പ്രതികരിക്കും, പ്രതിവചിക്കും. മൃഗങ്ങളുമായി മിണ്ടാ പ്രാണികളുമായി പ്രവാചകന് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ഇത് നബിയുടെ ശരീരത്തിന്റെ പ്രത്യേകതയാണ്. അടുത്ത പ്രത്യേകത എന്താ? പ്രകാശപൂരിതമായ ശരീരത്തിന് ഒരിക്കലും നിഴലില്ല. നിഴലുണ്ടെന്ന് ഏത് ഖോജ പറഞ്ഞാലും സുന്നത്ത് ജമാഅത്തിന്റെ പുറത്താ. അള്ളാന്റെ ഹബീബിന്റെ ശരീരത്തിന് നിഴലില്ല. നിഴലില്ലാത്തത് ആർക്കാ? ചിന്തിക്കുക. നിഴലില്ലാത്തത് ആർക്കാ? വെളിച്ചത്തിൽ, സൂര്യപ്രകാശത്തിൽ നിഴലില്ലാത്തത് ആർക്കാ? ഈ കാണുന്ന സദസ്സിന്റെ അകത്ത്, പ്രകാശപൂരിതമായ സദസ്സിന്റെ അകത്ത് നിഴലില്ലാത്ത സാധനമാണ് ഈ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ട്യൂബ് ലൈറ്റ്. അതിന് നിഴലുണ്ടോന്ന് നോക്കിയേ. സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നിനും നിഴലില്ല, നിഴലില്ല. അള്ളാന്റെ റസൂല് സ്വയം പ്രകാശിക്കുകയല്ലേ. ഹബീബ് പ്രകാശമാണെന്ന് ഖുർആൻ പറഞ്ഞു. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ. നൂറാണ് മുഹമ്മദ് മുസ്തഫ. ഈ നബി ഇനി സഞ്ചരിക്കുകയാ. എങ്ങനെ? പ്രകാശം സഞ്ചരിച്ചതിനേക്കാളും വേഗതയിൽ സഞ്ചരിക്കണം. ശൂന്യത എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിന്റെ അറ്റം മാക്സിമം 60 കിലോമീറ്റർ. ആ ഉയരം കഴിഞ്ഞാൽ പിന്നെ ശൂന്യതയാ. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ പ്രകാശം സഞ്ചരിക്കുമെന്ന് ശാസ്ത്രം കണ്ടെത്തുന്നു. അതിനപ്പുറമായിരുന്നു മെഹറാജ്. അത്ര വേഗതയിൽ സഞ്ചരിക്കുമ്പോഴാ ഈ യാത്ര ചെയ്യാൻ കുറഞ്ഞ ടൈമും സംവദിക്കാനും കാര്യങ്ങൾ കാണാനും നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മെഹറാജിന്റെ അനുഭവത്തിനായി കൂടുതൽ ടൈം. ആ ശരീരം പോവാ. ഏത് ശരീരം? ഓക്സിജൻ ശ്വസിക്കുന്ന ശരീരം. ആ ശരീരം തന്നെയാ പോകുന്നത്. ആ ശരീരം അങ്ങനെ പോകുമ്പോഴാ അത്ഭുതം വരാ. ആ ശരീരം, ഓക്സിജൻ ശ്വസിക്കുന്ന ശരീരം, ഓസോൺ കൂടിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ the body was transformed into spiritual fineness. സൂറത്തുൽ ഇസ്രാഇന്റെ മുഖവരയിൽ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു, ഈ ശരീരത്തെ അല്ലാഹു ലോലമായ ഒരു ചൈതന്യ സ്വഭാവത്തിലേക്ക് മാറ്റി. അത്ഭുതം. ഇത് മുഅ്ജിസത്താണെന്ന് അംഗീകരിക്കാൻ പ്രയാസമുള്ളവൻ മിഅ്റാജിനെ തള്ളും, ഇസ്രാഇനെ തള്ളും, സ്വപ്നമാണെന്ന് പറയും.
ഹബീബിന്റെ ശരീരം പ്രകാശവേഗതയിൽ പോയി. ആരുടെ കൂടെ? മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ പ്രകാശമാ. ആർക്കാ അതിൽ തർക്കമുള്ളത്? റസൂലുള്ളാഹി പറഞ്ഞല്ലോ. ഇമാം ബൈളാവി അവിടുത്തെ തഫ്സീറിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് വ്യാഖ്യാനം കൊടുത്തോടുത്ത് വിശദീകരിക്കുന്നുണ്ട്. ഖുലിഖത്തുൽ മലായികത്തു മിൻ നൂർ, മലക്കുകളെ അല്ലാഹു പടച്ചിരിക്കുന്നത് പ്രകാശത്തിൽ നിന്നാണെന്ന് മുഹമ്മദ് മുസ്തഫ. പ്രകാശ സൃഷ്ടിയായ ജിബ്രീലിന്റെ കൂടെ പ്രകാശമായ നിബിതങ്ങൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് സ്വാഭാവികമായും പ്രകാശ വേഗത ഉണ്ട് എങ്കിൽ അതിലേറെ വേഗതയിൽ സഞ്ചരിക്കാനല്ലേ ഒരു വാഹനം കൊണ്ടുവരാം. വാഹനം എന്തിനാ? യാത്രയുടെ സുരക്ഷിതത്വവും വേഗതയും വർദ്ധിപ്പിക്കാനാണ് വാഹനം. വേഗതയിൽ സഞ്ചരിക്കാനാണല്ലോ വാഹനം ഉപയോഗിക്കുക. വാഹനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം തന്നതാ. അപ്പൊ ബുറാഖിന് ഈ പറയപ്പെട്ട പ്രകാശ സ്വഭാവത്തിലുള്ള മലക്കിനെയും നബിയെയും കൊണ്ടുപോകുമ്പോൾ അവരുടെ നിലവിലുള്ള പ്രകാശ വേഗതയെക്കാളും വേഗതയിൽ പോകണം. ബുറാഖ് പ്രകാശമാ. ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി ഉതീതു ബിൽ ബുറാഖ്, എനിക്ക് ബുറാഖ് കൊണ്ടുവരപ്പെട്ടു. ഈ വാക്കിനെ അടിവരച്ചുകൊണ്ട് ഇമാം നവവി ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ബുറാഖിന് ബുറാഖ് എന്ന പേര് വന്നത് ഇസ്തിഖാഖുൽ ബുറാഖ് മിനൽ ബർഖി ലിസുർഅതിഹി. ബുറാഖിന് ബുറാഖ് എന്ന പേര് തന്നെ അല്ലാഹു കൊടുത്തിരിക്കുന്നത് ബർഖ് എന്ന പദം ലോപിച്ച. ബർഖ് എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ. ഇടിമിന്നൽ എന്താ? മേഘപാളികളിലെ ഇലക്ട്രോണുകൾ തമ്മിൽ കൂട്ടിയുരസുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യുതോർജം ഗത്യന്തരമില്ലാതെ പ്രകാശോർജമായി മാറുന്ന ആ പ്രതിഭാസത്തിന് പറയും ഇടിമിന്നൽ. ഇടിമിന്നലിന്റെ വേഗത എന്ന് ഖുർആൻ. കണ്ണ് ചിമ്മുന്നതിനേക്കാളും വേഗതയാണ്, കണ്ണ് ചിമ്മുന്നതിനേക്കാൾ വേഗതയാണ് ഇടിമിന്നലിന്റെ വേഗത എന്ന് ഖുർആൻ. ഇടിമിന്നലിന്റെ സ്വഭാവമുള്ള ബുറാഖ് പ്രകാശം, തീവ്രമായ പ്രകാശം. ഇനി നോക്കണം, പ്രവാചകൻ പ്രകാശം, ജിബ്രീൽ പ്രകാശം, ബുറാഖ് പ്രകാശം. പോകുന്നത് അങ്ങോട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അടുത്തേക്ക്. അല്ലാഹു പ്രകാശമല്ലേ? അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിസ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജത്തിൻ സുജാജ കഅന്നഹാ كوكب دري يوقظ من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം. സൂറത്തുൻ നൂർ, വിശുദ്ധ ഖുർആൻ. ഞാൻ അതൊക്കെ അർത്ഥം പറഞ്ഞ സുബ്ഹി ആയാലും തീരൂല. അല്ലാഹു നമുക്ക് ഇൽമിൽ ബർക്കത്ത് തരുമാറാവട്ടെ. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, അല്ലാഹു ആകാശത്തിന്റെയും ഭൂമിയുടെയും പ്രകാശം എന്നതിനർത്ഥം. അല്ലാഹു മുനവ്വിറുസ് സമാവാതി വൽ അർദ്, അല്ലാഹു ഭൂമിയെയും ആകാശങ്ങളെയും ഇങ്ങനെ വെളിച്ചത്തിൽ കുളിപ്പിച്ചു നിർത്തുന്നവനാണെന്ന് ഖുർആൻ പറഞ്ഞത്. فلما تجلى ربه للجبل جعله دكا وخر موسى صعقا فلما أفاق قال سبحانك تبت إليك وأنا أول المؤمنين. സൂറത്തുൽ അഅറാഫിന്റെ 143-ാമത്തെ ആയത്ത്. അല്ലാഹനെ കാണാൻ മോഹിച്ചു, പടച്ച തമ്പുരാനോട് അനുവാദം ചോദിച്ചു. فلما جاء موسى لميقاتنا وكلمه ربه. അല്ലാഹുവേ, നിന്നെ ഒന്ന് കാണണം തമ്പുരാൻ, ഒന്ന് കാണിച്ചു തരുമോ അല്ലാഹ്?
ആര് ചോദിക്കാ? അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ ചങ്കൂറ്റമുള്ള പ്രവാചകൻ 124 ആയത്തുകളിലൂടെ 136 പ്രാവശ്യം ഖുർആൻ പേര് പറഞ്ഞ, അല്ല ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പറയപ്പെട്ട പ്രവാചകൻ സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം അള്ളാഹുവോട് ചോദിച്ചു, റബ്ബി അരിനി അൻദുറു ഇലൈക്, അള്ളാഹുവേ നിന്നെ ഒന്ന് എനിക്ക് നീ കാണിച്ചു തരുമോ? ഞാനൊന്ന് കൺകുളിർക്കെ കാണട്ടെ അള്ളാഹു പറഞ്ഞു, ലൻ തറാനി, എന്നെ കാണാൻ പറ്റൂല മൂസാ നബിയെ, വലാകിൻ അൻദുർ ഇലൽ ജബൽ, എന്നാലും അസംഭവ്യമായ കാര്യം ഒരു നബി ചോദിക്കാൻ പാടില്ലല്ലോ. ഒരാൾക്ക് കാണാനുള്ള അവസരമുണ്ടെന്ന് മുൻകഴിഞ്ഞ പ്രമാണങ്ങളിൽ പറഞ്ഞത് പഠിച്ച് സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം ആ സൗഭാഗ്യം തനിക്കായിരിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ദാത്ത് സിഫാത്തിനെ ഒന്ന് കാണാൻ വേണ്ടി നേർക്ക് നേരെ പച്ച കണ്ണോടുകൂടെ ഒന്ന് കൺകുളിർക്കെ കാണാനുള്ള മോഹവുമായി അള്ളാഹുവിനോട് സംവദിക്കുന്നു. നേർക്ക് നേർ പടച്ച റബ്ബുമായി സംസാരിക്കുന്ന കലീം എന്ന പദവിയുള്ള മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞു, ലൻ തറാനി, എന്നെ കാണാൻ പറ്റൂല, വലാകിൻ, എന്നാലും ചോദിച്ചതല്ലേ, അതുകൊണ്ട് അങ്ങ് ഒന്ന് പരിശ്രമിച്ചു. വലാകിൻ അൻദുർ ഇലൽ ജബൽ, ആ കാണുന്ന പർവ്വതത്തിന്റെ മൂർധാവിലേക്ക് അങ്ങ് കണ്ണ് ചിമ്മാതെ നോക്കി നിന്നു. ആ പർവ്വതം അവിടെ ഉണ്ടെങ്കിൽ ഫൈനസ്തഖറ മകാനഹു, ആകാശം മുട്ട ഉയർന്നു നിന്നുകൊണ്ട് അമ്പിളിയോട് കിന്നാരം പിണയുന്ന തൂരിസീനാ പർവ്വതത്തിന്റെ പാറക്കെട്ടുകൾ അവിടെ ഉണ്ടെങ്കിൽ മൂസാ നബിയെ ഫസൗഫ തറാനി, കുറേ നേരം കഴിയുമ്പോ എന്നെ കാണാൻ പറ്റും മൂസാ നബിയെ. അല്ല പ്രകാശ കാണല സാധ്യ. അള്ളാന്റെ പ്രകാശത്തിന്റെ ഒരംശം തുർസീനാ പർവ്വതത്തിലേക്ക് അങ്ങ് തിളക്കമടിച്ചപ്പോ ഇമാം ഹാക്കിം മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്നു, ഒരു ചെറുവിരലിന്റെ തുമ്പിൽ ഒന്ന് പിടിച്ചാൽ ഒരു ശരീരത്തെ അപേക്ഷിച്ച് എത്ര വലിപ്പമാ ഉള്ളത്, അത്ര വലിപ്പം അള്ളാഹുവിന്റെ നാട്ടിൽ നിന്നും അന്ന് തുർസീനാ പർവ്വതത്തിലേക്ക് വെളിച്ചമടിച്ചതേ ഉള്ളൂ. ആ പ്രകാശത്തിന്റെ അൾട്രാ വയലറ്റ് രശ്മിയിലും എക്സ്റേ കിരണങ്ങളിലും റേഡിയോ തരംഗങ്ങളിലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ അള്ളാഹുവിന്റെ അമ്പിയാക്കളിൽ ഏറ്റവും കൂടുതൽ ചങ്കുറപ്പുള്ള പ്രവാചകനായ മൂസാ നബി ഉണ്ടല്ലോ, മുസ്ലിം സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ടല്ലോ, റൂഹ് പിടിക്കാമെന്ന ഇസ്രായേലിന്റെ കണ്ണടിച്ച് തെറിപ്പിച്ച മൂസാ നബി ഉണ്ടല്ലോ. ഇസ്രായേൽ റൂഹ് പിടിക്കാൻ വന്നപ്പോ എന്തേ പോകുന്നത്? റൂഹ് പിടിക്കാനാ. കേട്ടത് ബാധി, കേൾക്കാത്തത് ബാധി. ഇഷ്ടപ്പെട്ടില്ല, ഒരൊറ്റ അടി കണ്ണിന് നോക്കി കൊടുത്തു. ഇസ്രായേലിന്റെ കണ്ണ് തെറിച്ചു പോയെന്ന് മുഹമ്മദ് മുസ്തഫ അള്ളാഹു കണ്ണ് മടക്കി കൊടുത്തു. മൂസാ നബിയോട് അങ്ങ് ചെന്നിട്ട് ആദ്യം പറയണം, കൈവിരലിന്റെ തണ്ട് ഒരു വലിയ കാളയുടെ മുതുകിൽ വെച്ചാൽ ആ കൈത്തണ്ടിന്റെ അകത്തുപെടുന്ന രോമത്തിന്റെ കണക്കെത്രയോ അത് വർഷമാക്കി കൂട്ടിക്കോ, എന്നിട്ട് ഭൂമിയിൽ ജീവിച്ചോ, അനുവാദം അല്ലാഹു തന്നിട്ടുണ്ടെന്ന് നിങ്ങൾ പറ, അത് കഴിഞ്ഞിട്ട് ഞാൻ റൂഹ് പിടിക്കാം, പിന്നെ വരാം എന്ന് പറയൂ മുഹമ്മദ് മുസ്തഫ. ആ മൂസാ നബി ഈ പ്രകാശം കണ്ടു. ഖുർആൻ പറയുന്നു സൂറത്തുൽ അഅറാഫിന്റെ 143, ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്ക വഖറ മൂസാ സൈഖാ. മൂസാ നബി ബോധം കെട്ടുപോയെന്ന് ഖുർആൻ. ഇത് ഒരു പ്രാവശ്യം ഒരു സൃഷ്ടിബോധം കെടുന്ന ബോധം കെടലാ. ഇസ്മായിൽ അൽ-ഹഖ് ബറൂസവി ഖുർആൻ വ്യാഖ്യാനിച്ച റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നു. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി ദുർറുൽ മൻസൂറിൽ രേഖപ്പെടുത്തുന്നു, ലോകത്ത് ഒരു സൃഷ്ടി ഒരിക്കൽ മാത്രം ബോധം കെടുന്ന ഒരു ബോധം കെടലുണ്ട്. എപ്പോഴാണെന്നറിയുമോ? സൂറത്തുൽ കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഓതുമ്പോൾ ഖബറിൽ കിടക്കുന്നവർക്ക് ജീവനുണ്ടെന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. ഖബറാളിയോട് സലാം പറഞ്ഞാൽ ഖബറാളി സലാം മടക്കുന്നുണ്ട് എന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മുടെ അഖീദ അങ്ങനെയല്ലേ? ആ ഖബറിൽ കിടക്കുന്നവനും ബോധം കെടും, ജീവിച്ചു ഭൂമിയിൽ ഇരിക്കുന്നവനും ബോധം കെടും. ഇസ്രാഫീലിന്റെ സൂറിലെ ഊത്തിൽ അങ്ങനത്തെ ഒരു ബോധം കെടലുണ്ട്. ആ ബോധം കെടലിൽ നിന്നും അള്ളാഹു ഒഴിവാക്കിയ ഒരൊറ്റ മനുഷ്യനേ ഉള്ളൂ, ഒറ്റ സൃഷ്ടിയേ ഉള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് സയ്യിദുനാ മൂസാ. അള്ളാഹുടെ പ്രകാശം കണ്ടിട്ട് ബോധം കെട്ട ആ ബോധം കെടലാണെന്ന് ഇമാം ഇസ്മായിൽ അൽ-ഹഖ് ബറൂസവി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ അങ്ങനത്തെ പ്രകാശം മൂസാ നബി കണ്ടത്. മിഅ്റാജും ഇസ്രാവും പ്രകാശത്തിന്റെ സാന്നിധ്യ. ഇനി ശാസ്ത്രത്തിന്റെ ഏത് കോണിലേക്ക് നമ്മൾ കടന്നു നിന്നാൽ ബുറാക്കിന്റെ വേഗത എങ്ങനെയാ? ഈ ലോകത്ത് ഒരു അനക്കമുണ്ടെങ്കിൽ അതിന് കൃത്യമായ അളവും തോതും ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്.
സർ ഐസക് ന്യൂട്ടന്റെ ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ മുഴുവനും അദ്ദേഹത്തെ ശാസ്ത്രലോകത്തിൽ വേറിട്ടൊരു വ്യക്തിയായി മാറ്റി നിർത്തുന്നത് ചലന നിയമത്തില ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. The unbalanced external force acting on a body is directly proportional to the rate of change of momentum and takes place in the direction of force. അദ്ദേഹത്തിന്റെ രണ്ടാം ചലന നിയമം. ഒരു വസ്തുവിനുള്ള ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക്, ഒരു വസ്തുവിന്റെ ചലനം അതിനെ നിയന്ത്രിക്കുന്നത് അതിൽ ചെലുത്തപ്പെടുന്ന അസന്തുലിതമായ ബാഹ്യബലം, അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. ആ വസ്തു ചലിക്കുന്നതിന്റെ ദിശയും അതിന്റെ തോതും and takes place in the direction of force. ഈ അസന്തുലിത ബാഹ്യബലത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ബുറാഖ് അങ്ങനെയല്ല, ബുറാഖ് അങ്ങനെയല്ല. റസൂലുള്ളാഹി പറയുന്നു ബുറാഖ് എങ്ങനെ, ബുറാഖ് എങ്ങനെ? ഹബീബ് പറയാ ഹാഫിറഹു ഇൻദ മുൻതഹാ തുർഫിഹി നബി മുഹമ്മദ് മുസ്തഫ. ബുറാഖിന്റെ കണ്ണ് എവിടെ എത്തുന്നുവോ അവിടെയാ ബുറാഖിന്റെ പാദം പറിച്ചു വെക്കാൻ നബിയുനാ റസൂലുള്ളാഹി. ഇസ്ലാമിക ചരിത്രത്തിൽ ഇതുപോലെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവം വേറെയില്ല. ഹബീബിന് 52 വയസ്സ് പ്രായം. ഹബീബായ പ്രവാചകൻ മക്കയിലെ ജീവിതം മടുത്തു നിൽക്കുന്നു. ആ സമയത്താണ് ജനങ്ങളുടെ മുന്നിൽ ഇതൊരു യഥാർത്ഥ സംഭവമാണെന്ന് അവതരിപ്പിക്കേണ്ട ഒരു മാനസികമായ സംഘർഷവും. ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു എന്നല്ല പറഞ്ഞത്, ഞാൻ ഇന്നലെ പോയി എന്നാ പറഞ്ഞത്. 12 കൊല്ലത്തിൽ നിഷേധിച്ച് ഒരുപാട് ആളുകൾ പരിശുദ്ധമായ ഇസ്ലാമിനെ കൊഞ്ഞനം കുത്തുന്ന ഒരു കാലം. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിനെ വിശദീകരിക്കുന്നു. അബുൽ ഫിദാ ഇസ്മാഈൽ ഇബ്നു കസീർ ഖുർആൻ വ്യാഖ്യാനിച്ച് പറയുന്നുണ്ട് 25 സ്വഹാബത്ത മിഅ്റാജിന്റെ അനുഭവത്തെ കുറിച്ച് ഹദീസ് റിപ്പോർട്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ വ്യത്യസ്ത റിവായത്തുള്ള മറ്റൊരു സംഭവമില്ല. ഒരു ഹദീസ് പറഞ്ഞാൽ ഏത് സനദിലൂടെ വന്നാലും ഒരു സഹാബിയിൽ അല്ലെങ്കിൽ 2 സഹാബിയിൽ വരും. മിഅ്റാജ് വരുന്നത് 25 സഹാബത്തിലാണ്. 25 സഹാബത്തിലാ ചെന്നുചേരുന്നത്. അത്ര കണ്ട് പ്രബലമായ സംഭവം. ഹബീബ് പറയാ ഇന്നലത്തെ രാത്രിയിലെ അവിടുത്തെ അനുഭവത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അബൂ സഈദ് അൽ ഖുദരി തങ്ങളെ തൊട്ടുള്ള റിവായത്ത് ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു. റസൂലുള്ളാഹി ആദ്യം തന്നെ സൂറത്തുൽ ഇസ്രാഇന്റെ 1-ാമത്തെ ആയത്ത് ഓതിക്കൊണ്ട് തന്നെയാ തുടങ്ങുന്നത്. മസ്ജിദുൽ ഹറമിൽ നിന്നും യാത്ര തുടങ്ങി. ചില റിവായത്തിലുണ്ട് ഉമ്മുഹാനിന്റെ വീട്ടിൽ നിന്നാണെന്ന്. ഉമ്മുഹാനിന്റെ വീടിന്റെ മേൽക്കൂരയിൽ ഒരു വിള്ളൽ വരികയും അതിലൂടെ ഒരു പ്രകാശം ഇറങ്ങി വരികയും ആ പ്രകാശം മലക്കുകളാൽ രൂപപ്പെടുകയും പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം എടുത്ത് കഴുകി വൃത്തിയാക്കി ഇൽമും ഇൽമും എല്ലാം നിറച്ച് ഈമാനും നിറച്ച് അത് തദ്സ്ഥാനത്ത് തന്നെ വെച്ച് അവിടെ തലോടി ജിബ്രീൽ മീകായിൽ അലൈഹി വസ്സലാത്തു വസ്സലാം അവിടത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഉമ്മുഹാനിന്റെ വീട്ടിൽ വെച്ചാണ് ഈ സംഭവം എന്നും പറയുന്നുണ്ട്. മസ്ജിദുൽ ഹറമിൽ എന്നും പറയുന്നുണ്ട്. ഇത് രണ്ടും കൂടി ജംഅ് ചെയ്ത് പറഞ്ഞാൽ മസ്ജിദുൽ ഹറം എന്ന് പറഞ്ഞാൽ ഹറം ബൗണ്ടറി എന്നാണ്. അതിന്റെ അകത്ത് ഉമ്മുഹാനിന്റെ വീട് രണ്ടുമായി. ഇലൽ മസ്ജിദുൽ അഖ്സാ, മസ്ജിദുൽ അഖ്സയിലേക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്ര. എന്താ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത്? എന്തിനപ്പ അങ്ങോട്ട് പോകുന്നത്? ആ പ്രവാചകന്മാരൊക്കെ കൊണ്ടുവന്ന് ഈ മസ്ജിദുൽ ഹറമിൽ കൊണ്ടുവന്ന പോരെ? 1-ാം സ്ഥാനം മസ്ജിദുൽ ഹറമിന്, 2-ാം സ്ഥാനം മസ്ജിദുൻ നബവി, 3-ാം സ്ഥാനം മസ്ജിദുൽ അഖ്സ എന്ന ബൈത്തുൽ മുഖദ്ദസ്. 1-ാം സ്ഥാനത്ത് നിന്നും 3-ാം സ്ഥാനത്തേക്ക് പോകുന്നു. എന്താ അതിന്റെ കാര്യം? 3-ാം സ്ഥാനത്ത് നിന്നും 1-ാം സ്ഥാനത്തേക്ക് വന്നിട്ട് പിന്നെ അതിലും നല്ല സ്ഥാനത്തേക്കല്ലേ പോകേണ്ടത്? അതിലും നല്ല സ്ഥാനം അള്ളാഹുവിന്റെ സമീപം, അങ്ങോട്ടല്ലേ പോവേണ്ടത്? ഇത് 1-ാം സ്ഥാനത്ത് നിന്ന് 3-ാം സ്ഥാനത്തേക്ക്, പിന്നെ 1-ാം സ്ഥാനത്തിനേക്കാളും നല്ല സ്ഥാനത്തേക്ക്. ഇത് എന്തോന്ന് ഓർഡറാണ്? എന്തിനാണ് അങ്ങോട്ട് പോയെന്നറിയോ? ബാറകനാ ഹൗലഹു, ബൈത്തുൽ മുഖദ്ദസിന്റെ പള്ളിപ്പറമ്പിന് ബറക്കത്തുണ്ടെന്ന് ഖുർആൻ. ബൈത്തുൽ മുഖദ്ദസിന്റെ പള്ളിപ്പറമ്പിന് ബറക്കത്തുണ്ടെന്ന് ഖുർആൻ. എന്താ ബറക്കത്ത്? ഇമാം റാസി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തുന്നു. ബിസ്സിമാരി വഖുബൂരിൽ അംബിയാ,
ഫലവൃക്ഷങ്ങളെ കൊണ്ടും കായ്കനികളെ കൊണ്ടും അതുപോലെ അമ്പിയാക്കളുടെ മഖ്ബറകൾ കൊണ്ടും അമ്പിയാക്കളുടെ കബറിടമുള്ളത് കൊണ്ട് ഒരു യാത്രക്ക് പോകുന്നവൻ സിയാറത്ത് ചെയ്യൽ നല്ലതാണെന്ന് സൂചിപ്പിക്കുന്നു ഖുർആൻ. അല്ലെങ്കിൽ എന്തിനായി ഒന്നാം സ്ഥാനത്ത് നിന്ന് പള്ളിയുടെ ബർക്കത്തല്ല, പള്ളി പറമ്പിന്റെ ബർക്കത്താ എന്ന് ഖുർആൻ. ബാറക്നാ ഹൗലഹു. ബൈത്തുൽ മുഖദ്ദസിന് മഹത്വമുണ്ട്. ബൈത്തുൽ മുഖദ്ദസ് സിയാറത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബൈത്തുൽ മുഖദ്ദസ് ജീവിതത്തിൽ ഒരു പ്രാവശ്യം സിയാറത്ത് ചെയ്താൽ 1000 ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. പള്ളിപ്പറമ്പിന്റെ ബറക്കത്താ റസൂലുള്ളാഹി പറയാ, ഞാൻ അങ്ങനെ യാത്ര തുടങ്ങുമ്പോൾ ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള പ്രവാചകന്റെ പ്രയാണത്തിൽ, ഇരുട്ട് നിറഞ്ഞ പ്രയാണത്തിൽ പ്രവാചകൻ അങ്ങ് യാത്ര ചെയ്യുമ്പോൾ ബുറാഖിന് മുന്നിൽ നിന്ന് നയിച്ചു കൊണ്ടിരിക്കുന്ന ജിബ്രീലുണ്ടല്ലോ, ജിബ്രീലിന്റെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു വിളിയാളം എന്റെ വലതുഭാഗത്ത് നിന്ന് ഞാൻ കേട്ടു. ആരാ വിളിക്കുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. യാ മുഹമ്മദ് ഉൻദുർനി അസ്അലുക, എന്നെ ഒന്ന് നോക്കിയേ മുഹമ്മദ് നബിയെ, ഞാനൊന്ന് ചോദിക്കട്ടെ. ഞാൻ തിരിഞ്ഞതേ ഇല്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇടത്തുന്ന ആരോ എന്നെ വിളിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കിയതേ ഇല്ല. കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോൾ എന്റെ മുന്നിൽ വന്നിട്ടൊരു സുന്ദരി എന്നെ വിളിച്ചു, ഒന്നിങ്ങ് നോക്കിയേ. ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയതേ ഇല്ല എന്ന് മുഹമ്മദ് മുസ്തഫ. ബൈത്തുൽ മുഖദ്ദസിലെത്തി ഒരു ദീർഘയാത്ര 1000-ൽ പരം കിലോമീറ്റർ സഞ്ചരിച്ച പ്രവാചകൻ നിമിഷാർത്ഥങ്ങൾ കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലെത്തി. കുടിക്കാൻ വേണ്ടി പ്രവാചകന് ദാഹം തീർക്കാൻ അവസരം കൊടുത്തു. 3 പാനപാത്രങ്ങൾ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവരുന്നു. പ്രധാന അഭിപ്രായം 2ആണ്. ഒരു റിവായത്തിൽ 3-മത്തതുമുണ്ട്. ഏതായാലും 3 ഇരിക്കട്ടെ. ഒരു പാത്രത്തിലുള്ളത് മദ്യമാണ്, 2-മത്തെ പാത്രത്തിലുള്ളത് പാലാണ്, 3-മത്തതിൽ വെള്ളമാണ്. കൊടുത്തു. ഹബീബായ പ്രവാചകൻ അതിൽ നിന്നും 3 തെരഞ്ഞെടുക്കൽ അനുവദനീയമായ സന്ദർഭം. പ്രവാചകൻ തെരഞ്ഞെടുത്തു. അല്ലാഹുവിന്റെ ഹബീബ് തെരഞ്ഞെടുത്തത് പാലാണ്. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന പുണ്യ നബിയുടെ ഉസ്താദ് ഗുരുനാഥൻ ഹബീബായ പ്രവാചകനെ തോളിൽ തട്ടി പ്രശംസിച്ചു. നബിയെ, അങ്ങ് ഫിത്രത്തിന്റെ മാർഗത്തെ തെരഞ്ഞെടുത്തു. അങ്ങെങ്ങാനും കള്ളാണ് തെരഞ്ഞെടുത്തിരുന്നതെങ്കിൽ, കള്ളടുത്ത് വെച്ചതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നണത്. ഇന്ന് കുറച്ച് കള്ളുടിയന്മാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഡ്രസ്സിൽ. ആ പാത്രം ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം. വെള്ളമാണ് കുടിച്ചിരുന്നതെങ്കിൽ നൂഹ് നബിയുടെ കാലഘട്ടത്തിലെ ജലപ്രളയം ഒരു ആവർത്തനം ഇവിടെ ഉണ്ടാകുമായിരുന്നു. അതും നമ്മൾ കണ്ടു കഴിഞ്ഞുവല്ലോ. ഈ പാത്രങ്ങൾ അടുത്തടുത്തിരുന്നുകൊണ്ട് ഇതൊക്കെ നമുക്ക് കുറച്ച് അറിയാൻ അള്ളാഹു മഴ തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചക പുങ്കവരുടെ മുഖത്തേക്ക് നോക്കി, എന്തേ വിഷാദം മുട്ടി നിൽക്കുന്നത്? ജിബ്രീലെ, ഞാൻ ചോദിക്കട്ടെ, പോരുന്ന വഴിയിലുണ്ടല്ലോ എന്റെ മുന്നിൽ വന്നുകൊണ്ടും എന്റെ 2 ഭാഗങ്ങളിലും വന്ന് 3 ആളുകൾ എന്നെ വിളിച്ചു. വലതുവശത്തുനിന്ന് വിളിച്ചു, ഇടത്തുനിന്ന് വിളിച്ചു, മുന്നിലൊരു സുന്ദരി പ്രത്യക്ഷപ്പെട്ടു. ഞാൻ അവർക്ക് ഉത്തരം ചെയ്തില്ല ജിബ്രീൽ. ജിബ്രീൽ മറുപടി പറഞ്ഞു, വലത്തുനിന്ന് വിളിച്ചത് ജൂതനാണ്, ഇടത്തുനിന്ന് വിളിച്ചത് ക്രിസ്ത്യാനിയാണ്. അങ്ങെങ്ങാനും ഉത്തരം ചെയ്താൽ കൺവർട്ടിങ് നേരെ അങ്ങോട്ടായേനെ. നേരെ തിരിച്ചാ. ഇന്ന് ജനസംഖ്യയുടെ വർധനവിൽ 2070-ൽ 1-ാം സ്ഥാനത്തേക്ക് എത്തും മുസ്ലിം സമൂഹം. കൺവർട്ടിങ് ഇങ്ങോട്ടാ. ഉത്തരം ചെയ്തിരുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കാം. ഇതൊക്കെ പ്രതീകാത്മകമായ ഭാവിയെ കുറിച്ചാണ് മെഹറാജ്, ഭൂതകാലത്തെ കുറിച്ചാണ് മെഹറാജ്. മെഹറാജ് ഭാവിയുമാണ്, ഭൂതവുമാണ്. കഴിഞ്ഞു പോയതുകൊണ്ട് വരാനുള്ളതുണ്ട്. അതാ മെഹറാജ്. അങ്ങനെ ഒരു യാത്ര ഇവിടെ ഇല്ല. മുന്നിൽ വന്നുകൊണ്ട് അങ്ങയെ ആകർഷിപ്പിച്ചുകൊണ്ട് വിളിച്ച സുന്ദരിയുണ്ടല്ലോ, അത് ദുനിയാവാണ് നബിയേ. ഉത്തരം കൊടുക്കാത്തത് കൊണ്ടാണ് മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ ഈ സമുദായത്തിന് കിട്ടിയത്. ഉത്തരം കൊടുക്കാത്തത് കൊണ്ടാണ് മഹാനായ SMK തങ്ങളെ നമുക്ക് ഈ സമുദായത്തിന് കിട്ടിയത്. ഉത്തരം കൊടുക്കാത്തത് കൊണ്ടാണ് കാളമ്പാടി ഉസ്താദിനെ കിട്ടിയത്. ഉത്തരം കൊടുക്കാത്തത് കൊണ്ടാണ് മഹാന്മാരായ അള്ളാഹുവിന്റെ ആരിഫീങ്ങളെ, ഔലിയാക്കളെ, സാഹിദീങ്ങളെ ഈ സമുദായത്തിന് കിട്ടിയതെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ഇനി ബൈത്തുൽ മുഖദ്ദസിന്റെ അകത്തേക്ക് കടന്നു വരാം.
മുഖദ്ദസിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോ ഒന്നാമത്തെ സഫിൽ നിന്നും ഓടി വരികയാ, കയ്യൊന്ന് പിടിക്കാൻ സയ്യിദുനാ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം. ഉസ്താദേ, ഇത് സ്വപ്നമാണോ? അല്ല. ഫസല്ലൈതു ഫീഹി റകഅതൈനി ഇമാമൻ ബിൽ അംബിയാഇ അജ്സാദൻ വഅർവാഹു വൽ മലായികതി വഅർവാഹുൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ റൂഹും മഹാന്മാരായ മലക്കുകളും അമ്പിയാക്കളുടെ റൂഹും ശരീരവും സംഗമിച്ച ആ യഥാർത്ഥ മനുഷ്യരൂപം തന്നെയാ ബൈത്തുൽ മുഖദ്ദസിൽ എന്റെ കൂടെ നിസ്കരിച്ചതെന്ന് മുഹമ്മദ് മുസ്തഫ. റഅയ്തു ഈസ ഇബ്ന മറിയം വ മൂസാ വ ഇബ്രാഹിം. സ്വഹീഹ് മുസ്ലിം, ഇമാം അഹ്മദ് മുസ്നദിൽ ഉദ്ധരിക്കുന്നു. ഈ പ്രവാചകന്മാരൊക്കെ കണ്ടു എന്ന് തന്നെയാ പറഞ്ഞത്. റഅയറ, കണ്ണുകൊണ്ട് നേരെ കാണാൻ, കണ്ണുകൊണ്ട് നേരെ കാണല. റഅയറ എല്ലാം കണ്ണുകൊണ്ടാ കണ്ടത്. ലിനുരിയഹു. പിന്നെ ഇങ്ങനെ വരുമ്പോ കാണാം സൂറത്തുൽ ഇസ്രാഇന്റെ 60-ാമത്തെ ആയത്തിൽ അവിടുത്തെ റുഇയയെ നാം ഫിത്നയാക്കി എന്ന്. ആ റുഇയത്തുൽ ഐൻ, കൺകാഴ്ചയാണ്. ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ ഇബ്രാഹിം നബി കൈ പിടിച്ചുകൊണ്ട് ഒന്നാമത്തെ സഫിൽ നിർത്തിയിട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് ഒരു ആമുഖ പ്രഭാഷണം ആരെക്കുറിച്ച്, ആരോട് പറയുന്നു? മാനവകുലം കണ്ട മനുഷ്യകുലത്തിന്റെ പിതാവ് മഹാനായ ഇബ്രാഹിം, മില്ലത്തിന്റെ പിതാവായ ഇബ്രാഹിം, റൂഹിന്റെ പിതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞ ഒന്നാമത്തെ വാക്ക് ഇന്നഹു മിന്നി, ഇത് എന്റെ മോനാ. ഇബ്രാഹിം നബി പറയാതെ എന്റെ മോനാ. സ്വർഗലോകത്തിൽ ഒരു പ്രവാചകനെ മാത്രം ഓമന പേരിൽ വിളിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാ നബിമാർക്കും സ്വർഗത്തിൽ സ്വന്തം പേരാ. മൂസാ നബിയെ മൂസ എന്ന്, ഈസാ നബിയെ ഈസ എന്ന് എല്ലാ നബിയെയും സ്വന്തം പേരിൽ വിളിക്കുമ്പോ ഒരു പ്രവാചകനെ മാത്രം മകന്റെ പേര് ചേർത്ത് വിളിക്കും. ആ പ്രവാചകന് ആ സ്വർഗലോകത്തിൽ ഒരു കുറവ് വേണ്ട. മറ്റുള്ളവരുടെ മുന്നിൽ ആ പ്രവാചകൻ ചെറുതാവണ്ട എന്ന് കരുതിയിട്ടാണ് തഅ്ലീമൻ ലി ആദമ സയ്യിദുനാ ആദം അലൈഹിസ്സലാം. സ്വർഗത്തിൽ നിന്ന് പോകുന്നതല്ലേ, ഇനി അവിടെ വെച്ചെല്ലാവരും കാണുമ്പോ ഇവിടുന്ന് ആദ്യം ചാടിച്ചു വിട്ടത് എന്നിട്ട് പോകാൻ നിൽക്കണില്ലേ, അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് നബിയുടെ വാപ്പാന്ന സ്വർഗത്തിൽ ആദം നബിയുടെ പേരെന്ന് മുഹമ്മദ് മുസ്തഫ സയ്യിദുനാ ആദം അലൈഹിസ്സലാം അടക്കമുള്ള എല്ലാ നബിമാരുടെ മുന്നിൽ വെച്ച് ഇതെന്റെ മോനാന്നാ പറയാ. എങ്ങനെയാ ആ മോനും വാപ്പായും തമ്മിലുള്ള ബന്ധം? اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم عليه السلام. മൂന്ന് നബിമാരെ കണ്ടു മിഅ്റാജ്. ഈസാ നബി എങ്ങനെയാണെന്ന് പറഞ്ഞു, മൂസ നബി എങ്ങനെയാണെന്ന് പറഞ്ഞു, ഇബ്രാഹിം നബി എങ്ങനെയാണെന്ന് പറഞ്ഞില്ല. ഇബ്രാഹിം നബി എങ്ങനെയെന്ന് ചോദിച്ചു. ഉൻദുറു ഇലാ സാഹിബിക്കും യഅനി നഫ്സഹു മുഹമ്മദ് മുസ്തഫ. ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ എങ്ങനെയോ അങ്ങനെ തന്നെ സയ്യിദുനാ ഇബ്രാഹിം. അതേ ഉയരം, അതേ നിറം, അതേ നടത്തം, അതേ മൂക്ക്, അതേ കണ്ണ്, അതേ ചിരി, അതേ പല്ല്, കണ്ടാൽ വാപ്പയും മോനും. അതുകൊണ്ട് തന്നെ ഉറക്കെ പറഞ്ഞു സയ്യിദുനാ ഇബ്രാഹിം ഇന്നഹു മിന്നി. ഈ മുഹമ്മദ് നബി ഉണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, അഖില ചരാചരങ്ങളെയും പടക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആരെയാണോ കാരണമാക്കിയത്, ഈ മുത്തായ നബി തങ്ങൾ എന്റെ പൊന്നു മോനാ സയ്യിദുനാ ഇബ്രാഹിം. ബൈത്തുൽ മുഖദ്ദസിലാം സാധാരണ മുൻകഴിഞ്ഞ പ്രവാചകന്മാർ ബൈത്തുൽ മുഖദ്ദസിന്റെ സന്ദർശനത്തിൽ അവരന്ന് ഉപയോഗിച്ച ബുറാഖ് തന്നെയാണ് ഇന്നുമുള്ളത്. ഹബീബായ പ്രവാചകന്റെ ഔദ്യോഗിക യാത്ര ബുറാഖിന്റെ ഏറ്റവും വലിയ ലോങ് ട്രിപ്പാണ് ഇനി നടക്കാൻ പോകുന്നത്. ബുറാഖ് വിശ്രമത്തിലാണ്. എവിടെ? ബൈത്തുൽ മുഖദ്ദസിന്റെ പുറത്ത് തന്നെ. എന്റെ ഇടയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, മൂസാനബിയുടെ ഖബറൊക്കെ പറയാനുണ്ട്. ഒക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും വഴി വെക്കാൻ പോലീസുകാരെത്തും. അതിനുമ്പ് നമുക്ക് ഇത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് എത്തിക്കണം.
ഇനിയാണ് വലിയ യാത്ര. ലിനുരിയഹു മിൻ ആയാതിനാ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് കാണിച്ചു കൊടുക്കാനാണ് ഇസ്രാ എന്ന് ഖുർആൻ. മിൻ തബ്ഈദിന്റെ മഅന, ചെറിയ ചെറിയ കാര്യങ്ങളായി ഇസ്രായിൽ കണ്ടിട്ടുള്ളൂ, വലുത് കാണാൻ വലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ. സൂറത്തുൻ നജ്ം വലുത് മുകളിലായി ഇഞ്ഞുള്ളത്. അങ്ങോട്ട് പോവാ. നമ്മൾ പോരല്ലേ? ഹബീബായ പ്രവാചകന് സഞ്ചരിക്കണം. ഇനി ബുറാക്ക് പോകുന്നത് മണ്ണിലൂടെയല്ല. ഈ ബുറാക്ക് ഫലസ്തീനിൽ നിന്നും മക്കയിലേക്കുള്ള യാത്രക്ക് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ഉപയോഗിച്ചതായി ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. മണ്ണിലൂടെയുള്ള യാത്ര. ഇനി ബുറാക്ക് പോകുന്നത് ഓസോൺ കൂടിന്റെ മുകളിലേക്ക്, അറ്റ്മോസ്ഫിയറിലൂടെ, അതിനപ്പുറത്തേക്കുള്ള ലോകത്തേക്ക് ബുറാക്കിനി പോകണം. ബുറാക്കിന് ട്രാക്ക് വേണം. ബുറാക്കിന് ട്രാക്ക് വേണം. പോവാന് ട്രാക്ക് വേണം. ഏതെങ്കിലും ഹർത്താലിന് ട്രെയിൻ റോഡിൽ ഇറങ്ങിയതായിട്ട് കണ്ടിട്ടുണ്ട്? അത് വണ്ടിയൊന്നുമില്ല. അതുകൊണ്ട് മൂപ്പർക്ക് പോകാൻ അതന്നെ വേണം, അതന്നെ വേണം. ബുറാക്കിന് ഇനി പോവാൻ ട്രാക്ക് വേണം. ട്രാക്കാണ് കൊണ്ടുവരപ്പെടുന്നത്. ആ ട്രാക്കിന്റെ പേരാണ് മിഅ്റാജ്. മിഅ്റാജ് യാത്ര മാത്രമല്ല, ബുറാക്കിനി സഞ്ചരിക്കേണ്ട സഞ്ചാര പദത്തിന്റെ പേര് മിഅ്റാജ്. എന്താ മിഅ്റാജ്? മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു, വഹുവ സുല്ലമുൻ ലഹു 10 മറാഖ് ഇഹദാഹാ മിൻ ദഹബിൻ വൽഉഖറാ മിൻ ഫിദ്ദാ. 10 ചവിട്ടുപടികളുള്ള ഒരു കോവണിയാണ്, ഒരു കോണിയാണ്. കോണിരാളാണോ? ഇരിപ്പുണ്ടിട്ടാണ് തോന്നുന്നത്. 10 ചവിട്ടുപടിയുള്ള കോണി. അതിൽ ഒരു ചവിട്ടുപടി സ്വർണം, മറ്റേ ചവിട്ടുപടി വെള്ളി, പിന്നെ സ്വർണം, പിന്നെ വെള്ളി, പിന്നെ സ്വർണം, വെള്ളി. ഏറ്റവും അടിയിൽ സ്വർണം, ഏറ്റവും മുകളിലത്തെ വെള്ളി. നമ്മൾ കാണുന്ന ഈ അരഞ്ഞാണം കെട്ടിക്കണ വെള്ളി അല്ലത്, മാറ്റമുണ്ട്. ഇതിന്റെ 2 വശം, ഇതിന്റെ 2 പാർശ്വഭാഗങ്ങൾ മിൻ യാഖൂതത്തിൻ ഹംറാ വൽഉഖറാ മിൻ യാഖൂതത്തിൻ ബൈളാ. 2 വശങ്ങളിൽ ഒരു വശം ചുമന്ന മാണിക്യം, മറുവശം വെളുത്ത മാണിക്യം. ചവിട്ടുപടിയിൽ ഒന്ന് സ്വർണമാണെങ്കിൽ മറ്റൊന്ന് വെള്ളിയാണ്. ഇങ്ങനത്തെ 10 ചവിട്ടുപടിയുള്ള ഒരു കോവണിയാണ് മിഅ്റാജ് എന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി. അത് കൊണ്ടുവന്നിട്ട് എവിടെ വെച്ചെന്നറിയുമോ? ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിൽ ഒരു പാറയുണ്ട്. ഹബീബായ പ്രവാചകൻ പറയുന്നു, മുക്കല്ലലും ബിദ്ദുർരി, ഈ കോവണിയുടെ അരികുകളെല്ലാം മുത്തും പവിഴവും മരതകവും മാണിക്കവും കൊണ്ട് അലങ്കൃതമാണെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി. 10 ചവിട്ടുപടിയിൽ ആദ്യത്തെ 7 ചവിട്ടുപടി 7 ആകാശങ്ങളിലേക്കാണ്, 8ാമത്തേത് സിദ്റത്തുൽ മുൻതഹയിലേക്കാണ്, 9ാമത്തേത് കുർസിയിലേക്കാണ്, 10ാമത്തേത് അർശിലേക്കാണ്. ഇതിന്റെ ഇടയിൽ ഒന്നും ഓർക്കണേ, ഔലിയാക്കന്മാരുടെ ആത്മീയ കോൺഫറൻസുകൾ ഉണ്ടാവാറുണ്ട് പലയിടത്തും. അവരിങ്ങനെ സംഗമിക്കുന്ന പല കോൺഫറൻസുകളെ കുറിച്ചൊക്കെ പറയപ്പെടാറുണ്ട്. ആ ഒരു ആത്മീയ കോൺഫറൻസ് പോലെയാണ് ബൈത്തുൽ മുഖദ്ദസിൽ അമ്പിയാക്കൾ എല്ലാവരും ഒരുമിച്ച് കൂടിയത്. അങ്ങനെ പലപ്പോഴും പലയിടങ്ങളിൽ ആത്മീയ കോൺഫറൻസുകൾ കാണാറുണ്ട്. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. മഹാനായ തിരുപ്പനിച്ചി ഉസ്താദിനെ പോലെയുള്ളവരൊക്കെ പറയാറുണ്ട്, അള്ളാന്റെ ഔലിയാക്കൾ മുഴുവനും ഒരുമിച്ച് കൂടുന്ന ഒരു ആത്മീയ കോൺഫറൻസ് പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ വാർഷിക സമ്മേളനമാണെന്ന് പറയാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആത്മീയ കോൺഫറൻസുകൾ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അവരുടെ റൂഹുമ്മ വീടേ വരുന്നോവർ, അതുപോലെ തന്നെ മലായികത്തന്മാരും അവരുടെ റൂഹുമ്മ അവരുടെ മജ്‌ലിസിൽ ഹാളിറാകുന്നോവർ. ആവണ്ണം നമ്മുടെ ഖോജാ റസൂലുള്ളാഹ് അവരുടെ റൂഹുമ്മ വീടേ വരുന്നോവർ. എവിടെ? ഷെയ്ഖ് മുഹ്യിദ്ദീൻ. ഇത് കണ്ണൂർ സീനത്തിന്റെ പാട്ടല്ല, ഇത് മുഹ്യിദ്ദീൻ മാലയാണ്. മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ സദസ്സിൽ ഇവരൊക്കെ വരുന്നു. ബുറാക്കിന്റെ സഞ്ചാരം. وسريت ليلا لا يزال بهيما
فوق البراق مسرجا مزموما ترقي سائرك الأمين نديما تعلو لحضرة قدسه تقديما صلوا عليهم سلموا تسليما صلى الله على محمد. ബുറാഖ് ആദ്യത്തെ കാലെടുത്ത് വെക്കുന്നത് ഒന്നാം ആകാശത്തേക്ക്. ബുറാഖ് ഒന്നാം ആകാശത്തേക്ക് എത്തുമ്പോൾ ആകാശത്തിന്റെ കവാടത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം തട്ടുകയാണ്. അപ്പോൾ ഒന്നാം ആകാശത്തിന്റെ കവാടത്തിന്റെ കാവൽക്കാരനായ മലക്ക്, ആ മലക്കിന്റെ പേര് സയ്യിദുനാ ഇസ്മാഈൽ അലൈഹിസ്സലാം. ആ മലക്ക് ചോദിക്കാ ആരാണെന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ പറഞ്ഞു, ഞാനാണ് മുഹമ്മദ് നബിയുടെ കൂടെ വന്നതാണ്. ഇസ്മാഈൽ എന്ന മലക്ക് ചോദിക്കുകയാണ്, മുഹമ്മദ് നബിക്ക് നുബുവത്ത് കിട്ടിയോ, അവിടത്തേക്ക് പ്രവാചകത്വം കിട്ടിയോ? എന്നാൽ ലോകാവസാനത്തിന്റെ സമയമായെന്ന സൂചനയോടെ ഇസ്മാഈൽ എന്ന മലക്ക് ഒന്നാമത്തെ കവാടം തുറന്നു കൊടുക്കുന്നു. സുബ്ഹാന റബ്ബി. ആ മലക്കിന്റെ കൂടെ 70,000 മലക്കുകളുണ്ട്. ഇസ്മാഈൽ എന്ന മലക്കിന്റെ കൂടെ 70,000 മലക്കുണ്ട്. ഒന്നാം ആകാശത്തിന്റെ കാവൽക്കാരനായ മലക്കിന്റെ കൂടെ 70,000 മലക്കുണ്ട്. റസൂലുള്ള പറയാ, 70,000 മലക്കിൽ ഓരോ മലക്കും 1000 മലക്കിന്റെ നേതാവായി വന്നതാ എന്ന് പറഞ്ഞാൽ ഈ 70,000-ൽ ഓരോ മലക്കിന്റെ കൂടെ വെവ്വേറെ 1000 മലക്ക് വീതം വേറെയുമുണ്ട്. അല്ലാഹുവിന്റെ സൈന്യത്തെ കുറിച്ചുള്ള എണ്ണ വലിപ്പത്തെ അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ എന്ന് വിശുദ്ധ ഖുർആൻ. മംഗളം ആശംസിച്ചു. ഒന്നാം ആകാശത്തിന്റെ കവാടം കടന്ന് അള്ളാഹുവിന്റെ ഹബീബ് അങ്ങ് അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, പിതൃത്വത്തിന്റെ വാത്സല്യം തുളുമ്പി നിൽക്കുന്ന, പിതൃത്വത്തിന്റെ പക്വത വിതറി നിൽക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നു. ആ മനുഷ്യന്റെ മുഖഭാവത്തിന്റെ വ്യത്യാസങ്ങളിലേക്ക് പ്രവാചകൻ അത്ഭുതത്തോടുകൂടെ നോക്കി നിൽക്കാ. يمناه يضحك والشمال إذا بصر يبكي ويحيا والمسيح ومن حضر ورأى الخليل ويوسف وكليما صلوا عليه وسلموا تسليما صلى الله على محمد. മഹാനായ ആദം അലൈഹിസ്സലാമിനെ കണ്ട കാഴ്ചയുണ്ടല്ലോ. വലത്തേക്ക് നോക്കുമ്പോൾ ആദം നബി ചിരിക്കുന്നു, ഇടത്തേക്ക് നോക്കുമ്പോൾ ആദം നബി കാണുന്നു. ആ വിഷാദമുറ്റിയ മുഖം, ആ സന്തോഷം നിറഞ്ഞ മുഖം, ഇതിന്റെ വൈജാത്യത്തിൽ ഹബീബായ പ്രവാചകൻ നേരത്തെ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് കണ്ട നബി തന്നെയാണോ എന്ന ശങ്കയിൽ ജിബ്രീലിനോട് ചോദിച്ചു, ആരായിരിക്കുന്നത്? ജിബ്രീൽ പറഞ്ഞു, സംശയിക്കണ്ട, അബൂക അബുൽ ബസ്ർ ആദം അലൈഹിസ്സലാം, മനുഷ്യകുലത്തിന്റെ പിതാവ്. വലത്തേക്ക് നോക്കുമ്പോൾ പ്രതീകാത്മകമായ സ്വർഗത്തിന്റെ കാഴ്ചയിൽ സ്വർഗത്തിലെ തത്തിക്കളിക്കുന്ന തന്റെ മക്കളെ കണ്ടുകൊണ്ട് സന്തോഷഭരിതനായി ആ പ്രവാചകൻ ചിരിക്കുന്നതാണ്. ഇടത്തേക്ക് നോക്കുമ്പോൾ വിഷാദം മുറ്റിയ മുഖത്തിന്റെ കൺതടങ്ങളിലൂടെ ഊർന്നലിക്കുന്ന കണ്ണുനീരിനെ സാക്ഷിയാക്കിയ ആ പ്രവാചകന്റെ സങ്കടമുണ്ടല്ലോ. നരകത്തെ കാണുമ്പോൾ പൊന്നാര മക്കൾ വെന്തുരകുന്ന, അലറി വിളക്കുന്ന, അലമുറയിട്ട് കരയുന്ന ആ ശബ്ദവേദികൾ കർണപുടങ്ങളിൽ അണയടിക്കുമ്പോഴാണ് നബിയേ, ആദം നബിയുടെ മുന്നിലേക്ക് അങ്ങ് ചെന്നാലും ഹബീബായ പ്രവാചകൻ അങ്ങ് ചെല്ലുമ്പോൾ ആദം അലൈഹിസ്സലാം എഴുന്നേറ്റ് വന്നുകൊണ്ട് ആലിംഗനം ചെയ്തുകൊണ്ട് ചുടുചുംബനം കൊടുത്ത് ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങളിലൂടെ യാത്ര തുടരട്ടെ. പ്രവാചകൻ ഒന്നാം ആകാശത്തിന്റെ സീമയിൽ വിചിത്രമായ കാഴ്ചയിലേക്ക് ചെല്ലുമ്പോൾ രണ്ടാമത് കാണുന്ന കാഴ്ച, ഒന്നാമത് ആദം നബിയെ കണ്ടുവെങ്കിൽ രണ്ടാമത്തെ കാഴ്ച, ഒന്നാം ആകാശത്തിന്റെ രണ്ടാമത്തെ കാഴ്ച, ഒരു വലിയ ഭക്ഷണത്തളിക വെച്ചൊരു
ഓർത്തിരിക്കുന്നു. ആ ഭക്ഷണത്തളികയുടെ ഒരു ഭാഗത്ത് നല്ല ഭക്ഷണമുണ്ട്, മറുഭാഗത്ത് മോശമായ ചീഞ്ഞെളിഞ്ഞ ഭക്ഷണമാണ്. അതിന്റെ മുന്നിൽ ഒരു വിഭാഗം ആളുകൾ ഇരിക്കുന്നുണ്ട്. ചൂട് വമിച്ചുകൊണ്ടിരിക്കുന്ന സ്വാദിഷ്ടമായ ഭക്ഷണം മുന്നിലിരിക്കുമ്പോഴോ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ഭക്ഷണത്തിലേക്ക് ആർത്തിയോടെ കൈയിട്ട് വാരി വലിച്ചു കഴിക്കുന്ന ആ നിർഗുണ വിഭാഗത്തിന്റെ മുന്നിൽ മൂക്കിൽ കയ്യ് വെച്ചുകൊണ്ട് അത്ഭുത പരതന്ത്രനായി കണ്ണ് ചിമ്മാതെ നോക്കുന്ന പുന്നാര നിബിധങ്ങൾ തൊട്ടടുത്ത നിമിഷം ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീലെ ആരാണ് ഇവരെന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹൗലാഇ മിൻ ഉമ്മത്തിക യഅ്തൂനൽ ഹറാമ വയത്റുകൂനൽ ഹലാൽ. നബിയേ, ഇവർ അങ്ങയുടെ സമുദായത്തിന്റെ പ്രതീകാത്മകമായ കാഴ്ചയാണ്. നബിയേ, ഇവരുണ്ടല്ലോ ജീവിതത്തിൽ ഹലാലും ഹറാമും വേർതിരിയാതെ ജീവിച്ചവരാ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. സുന്ദരിയായ സ്വാലിഹത്തായ ഭാര്യ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ വേശ്യയുടെ പിന്നാലെ പോയവനാണ് നബിയെ. പ്രിയപ്പെട്ട ഭർത്താവ് ഗൾഫിന്റെ ചൂടിൽ കിടന്ന് വെന്തുരുകുമ്പോൾ അവനെ കൂടാതെ പാതിരാവിൽ രഹസ്യ സ്വകാര്യമായ നമ്പറിലൂടെ അപരനെ ചാറ്റ് ചെയ്യുന്ന പെണ്ണാണ് നബിയെ. ഒന്നാം ആകാശത്തിലെ രണ്ടാമത്തെ കാഴ്ച ഇങ്ങനെയാണ്. ഹലാലുണ്ടായിട്ട് ഹറാമിന്റെ പിന്നാലെ പോയവർ. മൂന്നാമത്തെ കാഴ്ച റസൂലുള്ള കാണാ, ഒട്ടകത്തിന്റെ ചുണ്ട് പോലെ ചുണ്ടുള്ളവർ വായ തുറക്കുന്നു, തീക്കനൽ വാരിയിടുന്നു, പൃഷ്ഠഭാഗത്തുകൂടി അത് വിസർജിക്കുന്നു. വിശദീകരിക്കുന്നില്ല. ചോദ്യം ചോദിച്ചു, ജിബ്രീൽ ഇവരാരാണ്? ജിബ്രീൽ പറഞ്ഞു, നബിയേ, യതീമിന്റെ മുതൽ കഴിക്കുന്നവരാ, 140 കമ്മീഷൻ പറ്റുന്നവരാ. എന്ത് വിരോധം തോന്നിയിട്ടും കാര്യമില്ല. യതീമിന്റെ പേരിൽ പിരിച്ചത് 100 കിട്ടിയാൽ 40 റിസീവറിന് അള്ളാഹ് കൽപ്പിച്ചിട്ടില്ല, റസൂൽ അനുവദിച്ചിട്ടില്ല. അത് ട്രസ്റ്റാണ് ഏൽപ്പിച്ചത്. ഈ ട്രസ്റ്റുകാരും ഈ മൊയിലാരും ഉണ്ടാവും നാളെ തിന്ന്. ഏത്? ഈ തീ തിന്നിട്ട്. അവരുടെ ചുണ്ട് ഒട്ടകത്തിന്റെ ചുണ്ടാണ്. നാലാമത്തെ ഒരു വിഭാഗത്തെ റസൂലുള്ള കാണുന്നു. ഒരു വീട് പോലെയാ അവരുടെ വയറ്, ഒരു ഗോഡവൻ പോലെയാ അവരുടെ വയറ്, ഒരു ഓഡിറ്റോറിയം പോലെയാ അവരുടെ വയറ്. അത് വലിച്ചു 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 കൊണ്ടുവരുന്നു. ഹബീബായ പ്രവാചകൻ ചോദിച്ചു, ഇത്ര വലിയ വേദനിപ്പിക്കുന്ന കാഴ്ച ആരാണ്? ജിബ്രീൽ. ജിബ്രീൽ പറഞ്ഞു, നബിയേ, ഇവര് പലിശഭോജികളാ നബിയേ. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഹബീബ് അഞ്ചാമത് കാണുന്ന കാഴ്ച, ഒന്നാം ആകാശത്തിൽ കാണുന്ന അഞ്ചാമത്തെ കാഴ്ച, സ്വന്തം ശരീരത്തെ മുറിച്ചെടുത്ത് തിന്നുന്നു. അങ്ങനത്തെ ഒരു വിഭാഗമുണ്ടോ? ആ വിഭാഗം തിന്നുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് നിന്ന് മലക്കുകൾ പറയും, നിന്റെ സഹോദരന്റെ ഇറച്ചി നീ മുറിച്ചെടുത്ത് തിന്ന പോലെ നിന്റെ സ്വന്തം ശരീരത്തിൽ നിന്നും നീ മുറിച്ചു തിന്ന് അന്ന് നീ തിന്നതങ്ങനെയല്ലേ. ആറാമത്തെ ഒരു വിഭാഗത്തെ കണ്ടു, കൂർത്ത നഖമുള്ളവരാ. കൂർത്ത നഖം വെച്ചുകൊണ്ട് സ്വന്തം മുഖം അങ്ങ് മാന്തുകയാ, മുഖം മാന്തി വികൃതമാക്കുന്നു. റസൂലുള്ളാഹി ചോദിച്ചു, ആരാ ഇവര്? ജിബ്രീൽ പറഞ്ഞു, ഹൗലാഇ അല്ലദീന യഅകുലൂനൽ ലഹമ യഅകുലൂന ലുഹൂമൻ നാസി വയഖഊദൂന ഫീ അഅറാദിഹിം. അന്യന്റെ രഹസ്യം എന്താണെന്ന് അന്വേഷിക്കാൻ എത്തി നോക്കിയവരായവര്, ഒളിച്ചു പോയി നോക്കിയവരാ, ചികഞ്ഞന്വേഷിച്ചവരാ. അല്ലാഹു നമ്മെ ഏൽപ്പിച്ചിട്ടില്ല പെണ്ണേ ആ പരിപാടി. ഇങ്ങനെ അത്ഭുതകരമായ 6 കാഴ്ചകളും അതിനപ്പുറവും കാണുന്നു. ഞാൻ ചുരുക്കട്ടെ. ഒന്നാം ആകാശത്ത് നിന്ന് ഇനി ബുറാഖ് രണ്ടാം ആകാശത്തേക്ക് കുതിക്കാൻ നിൽക്കുന്നു. ഒന്നാം ആകാശത്ത് കണ്ട നബിയാരാ? സയ്യിദുനാ ആദം അലൈഹിസ്സലാം. അഷ്റഫുൽ ഖൽഖുമായ ഒരു ബന്ധമുണ്ട്. അതും കൂടി ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുകയാ. ഇവരുടെ ജീവിതത്തിൽ ഒരു സാമ്യതയുണ്ട്. എന്താണ് ആ സാമ്യത എന്നറിയുമോ? രണ്ടുപേരും ഹിജറയുടെ വേദന അറിഞ്ഞവരാ. ഹിജറയുടെ വേദന അറിഞ്ഞു എന്നൊരു ബന്ധം ഇവർക്കിടയിലുണ്ട്.
എന്താ ഹിജറ? സയ്യിദുനാ ആദം അലൈഹിസ്സലാം സ്വന്തം രാജ്യമായ സ്വന്തം നാടായ സ്വർഗം വിട്ടു പോകുന്ന വേദന, വല്ലാത്ത വേദന. 300 കൊല്ലം ഭൂമിയിൽ വന്നിട്ട് തുടർച്ചയായി കരഞ്ഞുവെന്ന് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി ഉദ്ധരിക്കുന്നുണ്ട് ദുർറുൽ മൻസൂറിൽ. അതിൽ ആദ്യത്തെ 40 കൊല്ലം ആകാശത്തേക്ക് നോക്കിയിട്ടില്ല സയ്യിദുനാ ആദം. ഹിജറയുടെ വേദന. ഹബീബോ ഹിജറ ദിനം നബി മുസ്തഫ കരഞ്ഞില്ലേ? അത് സ്വന്തം നാടോ ഉള്ള ഹുബ്ബിലുമല്ലേ? ഖിബ്ലയ്ക്ക് നേരെ തിരിഞ്ഞു നിന്നും കൊണ്ട് നബി അന്ന് പ്രാർത്ഥന ചെയ്തതായി അറിവുണ്ട്. മക്ക നിന്റെ അഹ്ലുകാരിന്നെ പുറത്താക്കുവാൻ തുനിഞ്ഞില്ല എന്നാൽ പിന്നെ എനിക്കിഷ്ടമില്ലേ വിട്ടു പിരിയാൻ എന്ന് നബി മുസ്തഫ പറഞ്ഞില്ലയോ പിരിഞ്ഞെന്ന്? മാ അത്യബുകി മിൻ ബലദിൻ വഅഹബ്ബുകി ഇലയ്യ ലൗലാ അന്ന ഖൗമി അഖറജൂനി മിൻകി മാ സക്കൻതു ഗൈറകി. റവാഹു തുർമുദി. നബി മുഹമ്മദ് മുസ്തഫ. ബുറാക്ക് പോകട്ടെ രണ്ടാനാകാശത്തേക്ക്. രണ്ടാനാകാശത്തേക്ക് പോകാം. രണ്ടാനാകാശത്തിന്റെ സീമകളിലേക്ക് ബുറാക്ക് കാലെടുത്തു വെക്കുന്നു. നിമിഷാർദ്ധങ്ങൾ കൊണ്ട് രണ്ടാനാകാശത്തിന്റെ അനുഗ്രഹങ്ങൾ കാണാനെത്തുന്നു. അവിടെ ചെന്നപ്പോഴോ ഒരു സുന്ദരനായ മനുഷ്യനുണ്ടല്ലോ, സയ്യിദുനാ നബിയുല്ലാഹി യൂസുഫ് നബി അലൈഹിസ്സലാം. ഉറക്കപ്പറ സയ്യിദുനാ യൂസുഫ്. നമ്മൾ കേട്ടത് റംല ബീഗത്തിന്റെ കഥാപ്രസംഗത്തിലെ യൂസുഫ് നബിയാ. അതല്ല യൂസുഫ് നബി. മുനസ്സഹുൻ അശ്ശരീകി ഫീ മഹാസിനിഹി ഫവജ്ഹുൽ ഹുസ്നി ഫീഹി ഗൈറ മുഖസിമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ. യൂസുഫ് നബിയുടെ കൂടെ കുറെ ആളുകൾ ആരാണെന്ന് ചോദിച്ചു. ജിബ്രീൽ മറുപടി പറഞ്ഞു, മഹാനവറുകളുടെ കൂടെയുള്ള മഹാന്മാരായ സ്വാലിഹീങ്ങളാ, അല്ലാ കൂടെ കൂടിയ നുബുവത്ത് അംഗീകരിച്ച അനുയായികളാ. അടുത്തേക്ക് ചെന്നു ആലിംഗനം ചെയ്തു. ചുടുചുംബനങ്ങൾ കൊണ്ട് രണ്ടുപേരുടെയും നെറ്റിത്തടം വീർപ്പുമുട്ടി. ജീവിതത്തിന്റെ സഹനങ്ങളും ത്യാഗങ്ങളും അങ്ങുമിങ്ങും പങ്കുവച്ചു. ആലിംഗനത്തിനൊടുവിൽ അവിടുന്ന് യാത്ര പറയുമ്പോൾ ഒന്നറിയണേ, ഈ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം രണ്ടാനാകാശത്തിന്റെ സൗന്ദര്യത്തിന്റെ കൂട്ടായ്മയിൽ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ ഒന്നാമത്തെ ബന്ധമുണ്ടല്ലോ സൗന്ദര്യമാ. സൗന്ദര്യ ഒന്നാമത്തെ ബന്ധം. രണ്ടുപേരും സുന്ദരന്മാരാ. അള്ളാഹു സൗന്ദര്യത്തെ 100ആക്കി. അതിൽ 50 മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തു. 25 യൂസുഫ് നബിക്ക് കൊടുത്തു. ബാക്കി 25 മമ്മൂട്ടിക്ക് കൊടുത്തു, മരപ്പെട്ടിക്ക് കൊടുത്തു, അതുപോലെ തന്നെ നെൽപ്പാടങ്ങൾക്ക് കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. എല്ലാ സൗന്ദര്യവും ബാക്കി 25. കംപ്ലീറ്റ് കിട്ടണമെങ്കിൽ 50 വേണം. 50 കിട്ടിയാൽ അപകടമില്ലാത്ത സൗന്ദര്യ. 25 കിട്ടിയ ആപ്പിൾ മുറിക്കുമ്പോ കൈ മുറിഞ്ഞു പോണ സൗന്ദര്യ, അത് പൂർണ്ണമല്ല. സയ്യിദുനാ യൂസുഫ് നബി. എന്താണ് യൂസുഫ് നബിയുടെ സൗന്ദര്യം ലോകത്ത് ചർച്ചയായത്? അന്ന് പെണ്ണുങ്ങൾ കൈ മുറിച്ചതുകൊണ്ട്. അന്ന് ആ കൈ മുറിക്കലില്ലെങ്കിൽ ആ സൗന്ദര്യം ലോകത്ത് ചർച്ചയല്ല. അത് അറിയണമല്ലോ അത്രയും കൊടുത്തു. അതിന് ഖുർആൻ ഒരു ചരിത്രത്തെ ഉദ്ധരിക്കല്ലേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇൽമിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. മനസ്സിലാവുന്ന എങ്ങനെയൊക്കെയാണ്? ഇവര് രണ്ടുപേരും തമ്മിൽ പിന്നെ ഒരു ബന്ധമുണ്ട്. അധികാരത്തിന്റെ സോപാനങ്ങളിലേക്ക് കയറിയപ്പോൾ ഇന്നലകളിൽ തങ്ങളെ ക്രൂശിച്ച കുടുംബാദികൾക്ക് മുഴുവനും മാപ്പ് കൊടുത്ത മഹാനായ പ്രവാചകന സയ്യിദുനാ യൂസുഫ് നബി. ഉറക്കപ്പറ സയ്യിദുനാ യൂസുഫ് നബി. ലാ തസ്രീബ അലൈക്കുമുൽ യൗം. ഈജിപ്ത്
ഈജിപ്തിന്റെ ഭരണാധികാരിയായപ്പോൾ തന്നെ പീഡിപ്പിച്ച കൂട്ടുകാരല്ല കുടുംബത്തിലെ കൂടപ്പിറപ്പുകളോട് വിളിച്ചു പറഞ്ഞല്ലോ, ഇന്നാരോടും പ്രതികാരമില്ല, എല്ലാവർക്കും മാപ്പ്. ഇത് എവിടെ ഉണ്ടായി? മക്കം ഫതഹിന് ഹബീബായ പ്രവാചകൻ കഅബ ശരീഫിന്റെ മുകളിൽ നിന്നിട്ട് താഴെ നിൽക്കുന്ന ഖുറൈശികളെ തമ്പുരാക്കന്മാരുടെ മുഖത്ത് നോക്കി പറഞ്ഞല്ലോ, അഖൂലു കമാ ഖാല യൂസുഫ് ലാ തസ്രീബൽ യൂസുഫ് നബി പറഞ്ഞ പോലെ നിങ്ങളോട് ഞാനും പറയട്ടെ, ഇന്ന് പ്രതികാരമില്ല. ഈ രണ്ട് പ്രവാചകന്മാർ തമ്മിലുള്ള ബന്ധം അതാ. മൂന്നാനാകാശത്തേക്ക് ബുറാക്ക് പോവട്ടെ. മൂന്നാനാകാശത്തേക്ക് ബുറാക്ക് കുതിച്ചു. അവിടെ കാണുന്നത് രണ്ട് നബിമാരെയാ, സയ്യിദുനാ യഹ്യാ നബിയെയും സയ്യിദുനാ ഈസാ നബിയെയും അലൈഹിസ്സലാത്തു വസ്സലാം. രണ്ട് പ്രവാചകന്മാർ അവരൊക്കെ അവിടെ വെച്ച് കാണുന്നു. രണ്ട് പ്രവാചകന്മാരുമായി സംവദിക്കുന്നു, സംഗമിക്കുന്നു, സല്ലപിക്കുന്നു, ചുടുചുംബനങ്ങൾ കൈമാറുന്നു. ഇവര് രണ്ടുപേരെയും കണ്ട് സംസാരിച്ചു പോന്നു. അവര് തമ്മിലൊരു ബന്ധമുണ്ട്, ഹബീബുമായ ഒരു ബന്ധമുണ്ട്. ജൂത സമുദായത്തിന്റെ പ്രബോധകരായ ഈസാ നബിയും മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടുപേരും കൈകോർത്ത് നടന്ന ബാല്യമാണ്. രണ്ടുപേരും അങ്ങുമിങ്ങും പരസ്പരം സഹകരിച്ച് നടന്ന സഹപാഠികളാണ്. സയ്യിദുനാ യഹ്യാ, സയ്യിദുനാ ഈസാ, ആ കൂട്ട് തന്നെയാ അല്ലാഹു വാനലോകത്തിന്റെ മൂന്നാമത്തെ ആകാശത്തിലും സംവിധാനിച്ച വരും വർഷം മദീനയിലെ ജൂതന്മാരുടെ പ്രബോധകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിഞ്ഞ കാലത്തെ പ്രബോധകരായ മഹാനായ ഈസാ നബിയും മഹാനായ യഹ്യാ നബിയും ഉപദേശങ്ങൾ കൊടുക്കണം, അനുഭവം പങ്കുവെക്കണം. അതിനുള്ള സംഗമമായിരുന്നു മൂന്നാനാകാശം. പോകട്ടെ ബുറാക്കേ, നിന്റെ യാത്ര നാലാനാകാശത്തേക്ക്. അവിടെ വെച്ച് കാണുന്നത് മഹാനായ സയ്യിദുനാ ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെയാണ്. സംസാരിച്ചു, ചുടുചുംബനങ്ങൾ കൈമാറി, അണച്ചു പിടിച്ചു. ആലിംഗനത്തിൽ രണ്ടുപേരും കൊരുത്തിരിച്ചു. ബന്ധം പറയട്ടെ, രണ്ടുപേരും തമ്മിൽ ഇബാദത്ത് കൊണ്ടുള്ള ബന്ധമാ. ഇദ്രീസ് നബി മരിച്ചിട്ടില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. حيان في الأرض خضر وإلياس وفي السماء كذا عيسى وإدريس. ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നു, നബിയുനാ റസൂലുള്ളാഹി നാലാനാകാശത്തു നിന്നും ബുറാക്കയിന് പോകാം നമുക്ക് അഞ്ചാനാകാശത്തേക്ക്. അഞ്ചാനാകാശത്തിലെത്തിയപ്പോൾ അതുവരെ കണ്ട ആകാര ഭംഗിയല്ല, ഇനി ഒരു നബിയെ കാണുമ്പോൾ ശരീരത്തിന്റെ കറക്റ്റ് പകുതിയിൽ കറുപ്പ് നിറം, കറക്റ്റ് പകുതിയിൽ വെളുപ്പ് നിറം. നമ്മളങ്ങനെ ചില തല കാണുന്നുണ്ട്, ചില എക്സ് ഗൾഫുകാരെ. കുറച്ചു ഭാഗം വെളുത്തിരിക്കും, കുറച്ചു ഭാഗം കറുത്തിരിക്കും. മറ്റേ സാധനങ്ങൾ തൂക്കുമ്പോ കറണ്ട് പോയതാന്ന് തോന്നുന്നുണ്ട്. അത് താത്ത അനുപ്പിച്ചു വിട്ടിട്ടുണ്ടാവും, മറന്നു പോയിട്ടുണ്ടാവും. എന്റെ അഭിപ്രായത്തിൽ ഒരു ചെരുവത്തിൽ അത് കളിക്ക് വെച്ചിട്ട് തലയുടെ കുറച്ചേരം മുക്കി പിടിക്കുക, ആട്ടൊരു കൊടയാ, മറ്റേ മർഡോണ തലമുടി കിട്ട് കുളിക്കണ മാതിരി. അപ്പൊ എല്ലാ സ്ഥലത്താവും. സ്വർഗത്തിന്റെ മണം പോലും കിട്ടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അതല്ല, വെള്ളം ചേരാത്ത സാധനം കൂടിയാണെങ്കിൽ മയ്യത്തിസ്കാരം കൂടി കിട്ടൂല. പിന്നെ ഈ പാടി വെച്ചിട്ട് എന്താ കാര്യം? ഏതായാലും വയസ്സായത് എല്ലാവർക്കും അറിയാം. കുറച്ച് കഴിയുമ്പോൾ പേരക്കൂട്ടി പൂപ്പാന്ന് തന്നെ വിളിക്കുള്ളൂ, തൂത്താലും തൂത്തില്ലും. അതുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ചോ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, ആ കറുപ്പും വെളുപ്പും അല്ല ഈ പറഞ്ഞത്. സയ്യിദുനാ ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ നെറുകയുടെ മുകളിൽ നിന്നും ശരീരത്തിന്റെ രണ്ട് ഭാഗം, ഒരു കണ്ണിരിക്കുന്നത് കറുത്ത ഭാഗത്തും ഒരു കണ്ണിരിക്കുന്നത് വെളുത്ത ഭാഗത്തും, അങ്ങനത്തെ ഒരു പ്രത്യേകമായ ഒരു രൂപം. അങ്ങനെ അള്ളാഹുവിന്റെ രീതി അങ്ങനെ. ഹാറൂൻ നബി അലൈഹിസ്സലാമുമായി സംവദിച്ചു, സംസാരിച്ചു. ചുരുക്കട്ടെ, ഈ രണ്ടുപേരും തമ്മിൽ അഞ്ചാനാകാശത്തിന്റെ സംഗമത്തിൽ അവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള അഭേദ്യ ബന്ധം എന്നറിയുമോ? സൂര്യൻ അസ്തമിക്കാത്ത ഭരണ സാമ്രാജ്യത്തിന്റെ അധിപനായ ഫറോവ ചക്രവർത്തിയുടെ കൊട്ടാരത്തിന്റെ മോന്തായം പിടിച്ചു കുലുക്കിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ വശ്യമനോഹരമായ ശാബ്ദിക മിശ്രണം കൊണ്ട് അവതരിപ്പിച്ച മഹാനായ വാഗ്വിലാസത്തിന്റെ ഉടമ സയ്യിദുനാ നബിയുല്ലാഹി ഹാറൂൻ.
കെട്ടുറപ്പുള്ള ഭരണാധികാരിയുടെ മുന്നിൽ ചെന്നുകൊണ്ട് അള്ളാനെ കുറിച്ച് പറഞ്ഞ നബിയാ പറയണമല്ലോ മുഹമ്മദ് മുസ്തഫ. ഹിർഖ്ൽ രാജാവിന്റെ മുന്നിൽ, ഖുറൈശികളുടെ മുന്നിൽ, റോമൻ സാമ്രാജ്യത്തിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് അള്ളാന്റെ ദീനിനെ ഒരു കുറിപ്പിലൂടെ അറിയിക്കാൻ, ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കാൻ പുണ്യനബിയുടെ പ്രാപ്തിക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു പരിശീലനത്തിന്റെ കളരിയാണ് അഞ്ചാനാകാശത്തിലെ സയ്യിദുനാ നബിയുല്ലാഹി ഹാറൂൻ. ഇനി ആറാനാകാശം. ഉയരമുള്ള ഒരു മനുഷ്യൻ, ഉയരമുള്ള മനുഷ്യൻ, ശരീരം മുഴുവൻ രോമമാ. ആ രോമത്തെ പിടിച്ചിരുത്താൻ 2 കോട്ട ധരിച്ചിരിക്കുന്നത്. ആ കൈക്കത്ര നീള, എന്തൊരു വീതിയുള്ള കൈത്തണ്ട. ഒന്ന് ഞെക്കി നോക്കിയാൽ, അമർത്തി നോക്കിയാൽ പരുപരുത്തിരിക്കുന്ന കൈത്തണ്ടാണ്. ആ കൈത്തണ്ട് കൊണ്ടൊന്നടിച്ചപ്പോഴാ അള്ളാഹുവിന്റെ മലായികത്തിലെ ഗജവീരനായ ഇസ്രായേലിന്റെ കണ്ണ് തെറിച്ചു പോയത്. ആരാണ് നബി എന്നറിയുമോ? സയ്യിദുനാ മൂസാ. മൂസാ നബിയെ കണ്ടു. അല്ലാഹുവേ, മൂസാ നബിയെ കാണാ. എവിടെയാ ബുറാഖ് ഇപ്പൊ നിൽക്കുന്നത്? ഒരു 10 മിനിറ്റ് മുന്നേ ബൈത്തുൽ മുഖദ്ദസിലുണ്ടായ ബുറാഖായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാശ വേഗത മറക്കരുതിട്ട. ഒരു വഴിക്കേക്കടെ പറഞ്ഞു തരുമ്പോൾ അടുത്ത വഴിക്കേടെ മറന്നു കളയരുത്. പണ്ടൊക്കെ വഴുത് കേട്ട ഈ ചെവിക്കട കേട്ട് ഇപ്പുറത്തെ ചെവിക്കടെ കളയാ. ഇന്ന് കേട്ട ചെവിയിൽ തന്നെ താഴത്തേക്ക് കളയാ, ഇപ്പുറത്തേക്ക് വന്നില്ല. അതുപോലെ ആവരുത്. കടിച്ചതില്ല പിടിച്ചതില്ലാതെ ആവരുത്. വെറുതെ ഉറക്കോ ഇനി ചൂടുത്തിരിക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? ആ പ്രകാശ വേഗതയിൽ ബുറാഖ് അവിടെ എത്തിയപ്പോ, നേരത്തെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ബുറാഖിനെ അവിടെ ബന്ധിച്ചിട്ട് പള്ളിയുടെ അകത്തേക്ക് പോകുമ്പോ ഒരു കല്ലെടുത്തെറിയാവുന്ന അകലത്തിൽ കാണുന്ന ഖബറിന്റെ അകത്ത് റഅയ്തു മൂസ യുസല്ലി ഫീ ഖബ്രിഹി മുഹമ്മദ് മുസ്തഫ. ഖബറിൽ നിസ്കരിക്കുന്ന മൂസാ നബിയെ കണ്ടു. പള്ളിയുടെ അകത്ത് നിന്നപ്പോ 1-ാമത്തെ സഫിലും മൂസാ നബിയെ കണ്ടു. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോ 6-ാം ആകാശത്തിലും മൂസാ നബി. മൂസാ നബിയാണ് ഈ ബുറാഖിന്റെ പുറകിലെ സീറ്റിൽ ഇല്ല. ഇതെങ്ങനെയാ ഇപ്പൊ സംഭവിച്ചത്? അങ്ങനെ ഉണ്ടല്ലോ, ഈ പുറയിലെ സീറ്റ് കയറാൻ വേണ്ടിയിട്ട് ഇല്ല. മൂസാ നബിയാണ് അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. ഇവിടെയാണ് സിഎം വലിയുള്ളാഹി ചർച്ചയാവുന്നത്. ഇവിടെയാണ് ഖുത്ബുൽ അഖ്താബ് ചർച്ചയാകുന്നത്. ഇവിടെയാണ് മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ചർച്ചയാകുന്നത്. ഇവിടെയാണ് മഹാനായ വലിയുള്ളാഹി മുഹമ്മദ് കുട്ടി മസ്താൻ പാപ്പാൽ വരവൂരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ചർച്ചയാകുന്നത്. ഇവിടെയാണ് കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ ചർച്ചയാവുന്നത്. ഇവിടെയാണ് മഹാനായ ഇബ്രാഹിം ബാദിഷ ചർച്ചയാകുന്നത്. ഇവിടെയാണ് മഹാനായ അബുൽ ഹസൻ അലി ഷാദുലി ചർച്ചയാകുന്നത്. ഇവിടെയാണ് മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖനായ ഷഹീദ് മില്ലത്ത് ടിപ്പു സുൽത്താൻ ചർച്ചയാകുന്നത്. ഇവിടെയാണ് ഷൈഖ് മുനവ്വർ ഷാ സാഹിബ് പാപ്പ ചർച്ചയാകുന്നത്. അള്ളാന്റെ ഔലിയാക്കൾ ഒരേ സമയം പലയിടങ്ങളിൽ കാണുന്നുവെങ്കിൽ അതിന് കറാമത്ത് എന്നാ പറയാ, അല്ലേ? മൂസാ നബി മുഅ്ജിസത്തിൽ അത് കാണിച്ചു. ഒരു യാത്രയിൽ തന്നെ ഒരാൾ തന്നെ പല സ്ഥലത്ത് കണ്ടു. ഞാൻ പറയട്ടെ, പേരെന്തൊക്കെ അബ്ദുറഹീം ക ഈ സ്ഥലത്തുനിന്ന് അദ്ദേഹത്തിന്റെ ബൈക്ക് എടുത്ത് ആ ജംഗ്ഷനിൽ വന്നപ്പോ അവിടെ വേറൊരു ഇക്കുണ്ട്. ആ വണ്ടി നിർത്തിയില്ല, അസ്സലാമു അലൈക്കും പറഞ്ഞു. അടുത്ത ജംഗ്ഷനിൽ മൂപ്പർ അവിടെ ഉണ്ട്. ആ ജംഗ്ഷനിൽ 2 സ്ഥലത്ത് കണ്ട ആളെ പിറ്റേന്ന് പച്ചപ്പട്ടും പതിപ്പിച്ച് ഇവിടെ എടുത്തു. വേണി ചന്ദനത്തിരി കത്തിച്ച് യാസീനോതും. ഉപ്പര് കുത്തുബ് സമാനായി. ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഈ അമ്പിയാക്കൾ ചെയ്തു, ഔലിയാക്കൾ ചെയ്തു വെറുതെ ആവണെങ്ങനെ? എന്തു ചോദിച്ചാലും ഉള്ള കൊടുക്കും അവർക്ക്. മൂസാ നബിക്ക് അങ്ങനെ പോവാൻ അള്ളാഹു സഹായം ചെയ്തു കൊടുക്കുന്നു ഖുർആൻ. أم حسب الذين اجترحوا السيئات أن نجعلهم كالذين آمنوا وعملوا الصالحات سواء محياهم ومماتهم من القرآن. അവർ മരിച്ചാലും അങ്ങനെ ജീവിച്ചാലും അങ്ങനെ. ഔലിയാക്കളും അമ്പിയാക്കളൊക്കെ അങ്ങോട്ട് പോട്ടെന്നേ. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. അതിന് കിതാബ് വേണ്ട, വീട്ടിൽ ചെല്ല, തീക്കൊള്ളി എടുക്കാം, ഒന്നും ഇങ്ങോട്ട് കറക്കാം. പുള്ളിക്കാരത്തിയോട് പറഞ്ഞേക്കണോട്ടോ, വഴുതിന് വന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കാലത്ത് ആശുപത്രി കൊണ്ടുപോകും നമ്മള്. എന്തെന്നാ മനസ്സിലായി പാതിരാക്കി കാണിക്കുന്നത്? തീക്കൊള്ളി എടുത്തിട്ട് എന്ത് ചെയ്യാ? കറക്കുമ്പോ എന്താവും? ഈ ചോന്ന വെട്ടം ഒരു സമയം എല്ലാ സ്ഥലത്തുണ്ട്. അല്ലെങ്കിൽ ഫാനിലേക്ക് ടോർച്ചടിക്കാം. ഇപ്പൊ ഇതില് 3 ലീഫുള്ളൂ. ആ 3 ലീഫിന്റെ ഇടയിൽ കൂടുതൽ ഗ്യാപ്പാ, അല്ലേ? ഗ്യാപ്പാന്ന് പറഞ്ഞു ഇപ്പൊ അതിന്റെ ഇടയിലേക്ക് കൈ വെച്ച വിവരം അറിയും. മൂപ്പര് എല്ലാ സ്ഥലത്തും ഇപ്പൊ ഉണ്ട്.
അല്ലേ? എല്ലാ സ്ഥലത്തും ഒരു സെക്കൻഡിൽ ഇത്രയും വലിയ കറാമത്ത് കാണിക്കുന്ന ഒരു സാധനം നമ്മൾ ഈ അടുത്ത കാലത്ത് വേറെ കണ്ടിട്ടില്ല. ഇനി അതിനപ്പുറത്തേക്ക് പറയാൻ വേറൊന്നുമില്ല. ആറാനാകാശത്തിൽ മൂസാ നബിയുമായി കണ്ടുമുട്ടി ഒരുപാട് സംസാരിച്ചു. ഫിർഔനിനും അബൂജഹലിനും രണ്ട് പ്രതിയോഗികളാ ഈ രണ്ട് മഹാന്മാർ. ഫറോവ കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു ഫറോവയാണ് എന്റെ സമുദായത്തിന്റെ ഫറോവ അബൂജഹൽ. പോകാം നമുക്ക് ഏഴാനാകാശത്തേക്ക്. ഏഴാനാകാശത്തിന്റെ സീമകളിലേക്ക് പോകട്ടെ. മഹാനായ പ്രവാചകൻ ഏഴാനാകാശത്തിലേക്ക് ചെല്ലുമ്പോൾ ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ബൈത്തുൽ മഅ്മൂറിലാകട്ടെ ഭൂമിയിലെ കഅബ ശരീഫിന്റെ ഉയരം അതേ പൊസിഷനിൽ തന്നെ 7 ആകാശങ്ങളിലും അല്ലാഹു ഓരോ ബൈത്ത് വെച്ചിട്ടുണ്ട്. ബൈത്തുൽ മഅ്മൂർ 7ാം ആകാശത്താണ്. അതിനൊരു കവാടമേ ഉള്ളൂ. അതിലേക്ക് ഇങ്ങനെ ഒരു സമയം എത്രയോ ലക്ഷക്കണക്കിന് മലക്കുകൾ കയറുന്നു. കയറിയവരാരും ഇറങ്ങുന്നില്ല. അതിന്റെ മുൻവശത്ത് ബൈത്തുൽ മഅ്മൂറിന്റെ അതേ സ്വഭാവത്തിലുള്ള കഅബ പണിത മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം ബൈത്തുൽ മഅ്മൂറിന്റെ മുൻവശത്ത് അവിടെ വെച്ച് കാണുമ്പോൾ ഈ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം വേറൊന്നുമല്ല, പിതാവും മകനും തമ്മിലുള്ള ബന്ധമാണ്. കുറെ സംസാരിച്ചു. വാപ്പാക്ക് മകനോട് പറഞ്ഞിട്ട് തീരുന്നില്ല. അവസാനം പറഞ്ഞ് വാപ്പ മക്കളോട് പറയാൻ വേണ്ടി ഏൽപ്പിക്കുകയാ. പൊന്നുമോനോട് ഏൽപ്പിക്കുന്നു, ഭൂമിയിൽ വന്ന മക്കളോട് പറയണം, ഭൂമിയിൽ വന്ന മക്കളോട് എല്ലാരോടും പറയണം. ഭൂമി ആഖിറത്തിലുള്ള കൃഷിയിടമാണ്. ആഖിറത്തിൽ കൊയ്യാൻ ചെല്ലുമ്പോൾ കൊയ്ത് കിട്ടണമെങ്കിൽ ഭൂമിയിൽ നട്ടുപിടിപ്പിക്കേണ്ടതുണ്ട്. നട്ടുപിടിപ്പിക്കേണ്ടത് എന്താണെന്നറിയുമോ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്റാണെന്ന് സയ്യിദുനാ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം മിഅ്റാജ് കേൾക്കുന്ന സദസ്സല്ലേ. ഞാനൊന്ന് പറയട്ടെ, ജീവിതത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 21, അത് 100 വരെ ചൊല്ലാൻ പറ്റുമെങ്കിൽ ചൊല്ലുക. മുടക്കാതെ കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർ 21 ചൊല്ലണം. അത് 100 വരെ എല്ലാ ദിവസവും ചൊല്ലിയാൽ നിന്ന് അത് മുടങ്ങാതെ ചൊല്ലാൻ താല്പര്യമുള്ളവരൊന്ന് കയ്യ് പൊക്കേ. അല്ലാഹു ആ കയ്യ് കബൂലാക്കട്ടെ. ഇബ്രാഹിം നബിയുടെ ഇജാസത്തുള്ള ദിക്റാണത്. അഫ്ളലുൽ കലാമി ബഅദൽ ഖുർആനി അർബഅ. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല വർത്തമാനം 4 വാക്കാണ്. ഒന്ന് സുബ്ഹാനല്ലാഹ്, ഒന്ന് പറഞ്ഞാൽ മതി. പറയേണ്ട പോലെ പറഞ്ഞാൽ നിനക്ക് തണല് കൊള്ളാൻ ഒരു മരം സ്വർഗത്തിൽ അല്ലാഹു പടച്ചു കഴിഞ്ഞെന്ന് മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തേത് അൽഹംദുലില്ലാഹ്. ഇബ്ലീസിന്റെ ജീവിതത്തിൽ 80,000 കൊല്ലം അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്തിട്ട് 20,000 കൊല്ലം മലക്കിന് വഅദ് പറഞ്ഞിട്ട് 40,000 കൊല്ലം സ്വർഗത്തിന് കാവൽ നിന്നിട്ട് ഇബ്ലീസ് 14,000 കൊല്ലം തവാഫ് ചെയ്തിട്ട് ഒറ്റ പ്രാവശ്യം പോലും പറയാത്ത വാക്കാണ് അൽഹംദുലില്ലാഹ്. ഇബ്ലീസ് പണ്ട് ഇബാദത്തിൽ ഒരു കാലത്ത് അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടില്ലൊരു മറത്തും വഹബന്നവർ പറഞ്ഞിരുന്നെങ്കിലേ വീഴുന്നവല്ലൊരു കാലവും ഈ കുഴിയിലെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മൂന്നാമത്തെ ലഫ്ള് അല്ലാഹു അക്ബറാണ്. മിനാ താഴ്വരയിൽ പൊന്നുമോനെ അറുക്കാൻ നേരത്ത് ലോകത്താദ്യമായി അല്ലാഹു അക്ബർ എന്ന പദം പറഞ്ഞത് പ്രിയപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാമാണത്രേ. കമാ ഖാല റസൂലുള്ളാഹി. നാലാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ മുന്നേ കഴിഞ്ഞു പോയ എല്ലാ നബിമാരും പറഞ്ഞത് ഏറ്റവും നല്ല വചനം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് മുസ്തഫ. സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കലേക്ക് പോകാം. സിദ്റത്തുൽ മുൻതഹ എവിടെയാ? സിദ്റത്തുൽ മുൻതഹ. സിദ്റത്തുൽ മുൻതഹയെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. സിദ്റത്തുൽ മുൻതഹ ഇൻദഹ ജന്നത്തുൽ മഅവ യഗ്ശ സിദ്റത മാ യഗ്ശാ. നബിയുടെ വരവ് പ്രമാണിച്ച് സിദ്റത്തുൽ മുൻതഹയെ അല്ലാഹു അലങ്കരിച്ചിരുന്നുവെന്ന് ഖുർആൻ.
സിദ്റത്തുൽ മുൻതഹ അതുപോലെ മുമ്പൊരിക്കലും ചമഞ്ഞൊരുങ്ങിയിട്ടില്ല. റബീഉൽ അവ്വൽ വരുമ്പോൾ നമ്മൾ പള്ളിയും പരിസരവും അലങ്കരിക്കുന്നു, മദ്രസയുടെ അങ്കണം അലങ്കരിക്കുന്നു. നബിയുടെ വരവാണല്ലോ അതിൽ നാം ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സിദ്റത്തുൽ മുൻതഹ അലങ്കരിച്ചുവെന്ന് ഖുർആൻ ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുക. ഫലമ്മാ ഗശിയഹാ മിൻ അംരില്ലാഹി മാ ഗശിയഹാ, നബിയുടെ വരവ് പ്രമാണിച്ച് സിദ്റത്തുൽ മുൻതഹയെ അല്ലാഹു അന്ന് അലങ്കരിച്ച അലങ്കാരം ആരെങ്കിലും കണ്ടാൽ തഗയ്യറത്ത്, സിദ്റത്തുൽ മുൻതഹ ആകെ രൂപം മാറിയ സിദ്റത്തുൽ മുൻതഹ കണ്ടാൽ ഫമാ അഹദൻ മിൻ ഖൽഖില്ലാഹി തആല യസ്തതിഉ അൻ യസിഫഹാ മിൻ ഹുസ്നിഹാ, സിദ്റത്തുൽ മുൻതഹയുടെ മനോഹാരിത പറയാൻ ഒരാളുടെ അക്ഷരങ്ങൾക്കോ വാക്കുകൾക്കോ വഴങ്ങാത്ത ഭാവനയാണെന്ന് സ്വഹീഹ് മുസ്ലിം സയ്യിദുനാ റസൂലുള്ളാഹി. സിദ്റത്തുൽ മുൻതഹ കണ്ടു. ഇനി അവിടുന്ന് അപ്പുറത്തേക്ക് കടക്കാൻ നേരം അതുവരെ മുന്നിലുണ്ടായ ആള് അങ്ങോട്ട് മാറി, അതുവരെ മുന്നിലുണ്ടായ ആള് അങ്ങോട്ട് മാറി. ഇനി അതിന്റെ അപ്പുറത്തേക്ക് കടക്കാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പുറത്തേക്ക് കടക്കുന്നു. ഹത്താ ലിബഹിരിൻ നൂരി ജിബ്രീലു വഖാഫ് في شته رعبا فودع وهتف دعني تقدم يا حبيبي لا تخاف أبصر تناجي ربك القيوم صلوا عليه وسلموا تسليما. മിഅ്റാജിന്റെ ഒരഗ്രം മസ്ജിദുൽ ഹറമാണെങ്കിൽ രണ്ടാമത്തെ അഗ്രത്തിലേക്ക് യാത്ര അവസാനിക്കാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ മലക്കുകളിൽ പ്രമുഖനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ ഉണ്ടല്ലോ. സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞപ്പോൾ നബിയോട് പറഞ്ഞു, നബിയെ എന്നെ ഉപേക്ഷിച്ചിട്ടങ്ങ് മുന്നോട്ട് യാത്ര ചെയ്താൽ. സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞിട്ട് യാത്ര ചെയ്യാൻ ജിബ്രീലിന് അനുവാദമില്ല. ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ പ്രവാചകനോട് പറഞ്ഞു, എന്നെ ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങ് മുന്നോട്ട് പോവണേ നബിയേ. സ്വർഗം കണ്ടത് പറയുന്നില്ല, നരകം പറയുന്നില്ല, മറ്റു കാഴ്ചകളിലേക്കൊന്നും കടക്കുന്നില്ല, സമയം അനുവദിക്കുന്നില്ല. അല്ലാഹു തൗഫീഖ് ചെയ്താൽ പിന്നീട് ഒരിക്കൽ പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാനങ്ങനെ സിദ്റത്തുൽ മുൻതഹ കടന്നപ്പുറം കടന്നു. തനിച്ചുള്ള യാത്ര. ഞാൻ നോക്കിയപ്പോൾ വിചിത്ര മനോഹരമായ ഒരു സമുദ്രം. ആ സമുദ്രത്തിലെ തിരമാലകൾ അലതല്ലുന്നതിന്റെ അലങ്കാരം എന്റെ കണ്ണിനെ ചിമ്മാതെ പിടിച്ചു നിർത്തി. ഞാൻ അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിൽ തിരതല്ലുന്നതുണ്ടല്ലോ, പ്രകാശ സൃഷ്ടിയായ പ്രവാചകൻ, പ്രകാശമായ ബുറാഖ്, പ്രകാശമായ ലക്ഷ്യമാണ് അല്ലാഹു. പ്രകാശ സൃഷ്ടിയായ അല്ലെങ്കിൽ പ്രകാശ സ്വഭാവമുള്ള ബുറാഖ് ഇനി യാത്ര പോകുന്നതും പ്രകാശത്തിന്റെ സമുദ്രത്തിന്റെ തീരത്തുകൂടിയാ. അല്ലാഹുവിന്റെ റസൂല് പറയാ, ഞാൻ ആ സമുദ്രത്തിന്റെ ഓരം പറ്റി അങ്ങ് ചെല്ലുകയാ. ഇന്നവരെ ആരും ചെല്ലാത്ത സ്ഥലം, ഇന്നവരെ ഒരു സൃഷ്ടിയും കടന്നു ചെല്ലാത്ത രാജാതിരാജനായ തമ്പുരാന്റെ മുന്നിലേക്ക് ചെല്ലുകയാ. ഒരൊറ്റ സൃഷ്ടിയും ഇതുവരെ പോയിട്ടില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലുള്ള ഹബീബായ പ്രവാചകന് അല്ലാഹു സാരമായ മാറ്റങ്ങൾ കൊടുക്കുകയാ. അല്ലാഹനെ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹനെ കാണാനായ സാലിഹാത്ത്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. സ്വർഗ്ഗത്തിലാ അല്ലാഹനെ കാണാൻ പറ്റാ. ഈ ഭൂമിയുടെ ചരിത്രത്തിൽ ദുനിയാവിന്റെ കാലയളവിൽ കാണാൻ ഒരാൾക്ക് അല്ലാഹു അനുവാദം കൊടുത്തത് അത് സാധാരണ കാഴ്ചയല്ല. സാധാരണ ഒരു സൗന്ദര്യം നമ്മൾ കാണുന്നുവെങ്കിൽ കണ്ണ് കാണുമ്പോൾ ആ കണ്ണ് ഇടയ്ക്കെപ്പോഴോ ഒന്ന് ചിമ്മുന്നുണ്ട്. ആ ചിമ്മിയ നേരം കാണാതെ പോവലാണ്. പിന്നെയോ ആ കണ്ണ് കണ്ടതിന് പിന്നെ മനസ്സിലെത്തുമ്പോഴേക്കും സഞ്ചാരവേദിയിൽ തന്നെ പലതും നമ്മുടെ മനസ്സ് മറന്നു പോവാ, ആസ്വദിച്ച സൗന്ദര്യത്തെ. എന്നാൽ കണ്ണേ നീ കണ്ടത് കൽബേ നീ നേർക്ക് നേർ നിന്ന് തനിയെ കാണുക എന്ന ആഹ്വാനമാണ്. അന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നമാ റഅ റബ്ബഹു ബിഫുആദിഹി ലാ ബിഐനിഹി. മുസ്ലിം ഉമ്മത്തിന്റെ അഖീദയുടെ ആധികാരിക ഗ്രന്ഥമായ ശറഹുൽ അഖായിദ് ഇമാം സഈദുദ്ദീൻ തഫ്താസാനി രേഖപ്പെടുത്തുന്നു, ഹബീബായ പ്രവാചകൻ കണ്ണുകൊണ്ടല്ല അല്ലാഹനെ കണ്ടത്, കൽബ് കൊണ്ടാ.
കണ്ണ് കണ്ടത് ഖൽബിലെത്തുമ്പോഴേക്കും വൈകുന്നേരമാവും. നമുക്ക് അങ്ങനെയാ. ചിലപ്പോ അങ്ങോട്ട് നോക്കിയിട്ടുണ്ടാവും, എന്നിട്ട് നമ്മൾ തന്നെ പറയും ഞാൻ കണ്ടില്ലട്ടോ എന്ന് പറയും, അല്ലേ? അത് നമ്മുടെ കണ്ണ്. ചിലപ്പോ പോയാള് ടാറ്റ തന്നിട്ടുണ്ടാവും, യാത്ര പറഞ്ഞിട്ടുണ്ടാവും, എന്നാലെന്താ ഞാൻ വിളിച്ചിറങ്ങൂലേക്കാണ്, ഞാൻ കണ്ടില്ലല്ലോ. അതാ നമ്മുടെ കണ്ണ്. നമ്മുടെ കണ്ണ് കാണുന്നതൊക്കെ വേറെയാണത്, വേറെ. കണ്ണ് ആവശ്യമില്ലാത്തൊക്കെ കാണും, കണ്ണ് ആവശ്യമില്ലാത്തൊക്കെ കാണും, കാണില്ല. കണ്ണിനെ വിശ്വസിക്കാൻ പറ്റൂല, ഖൽബ് നേരിട്ട് കാണാം. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ കേൾക്കാൻ കഴിവുള്ള ജീവി ആരാ? പാമ്പിനാണ് ഏറ്റവും കൂടുതൽ ശബ്ദവീചികളും തരംഗങ്ങളും സ്വീകരിക്കാൻ കഴിയുന്നത്. പതുക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കേൾക്കുന്നവനെ പറ്റി പതുക്കെ പറയും എന്ത് പറയും? അവന് പാമ്പിന്റെ മൂക്കാണെന്നാണ് പറയാ, പാമ്പിന്റെ ചെവിയാണ്. എന്നാ പാമ്പിന് ചെവിയില്ല. പാമ്പിന് ചെവി കൊണ്ട് ഇദ്റാക്ക് ചെയ്യാനുള്ള ആ കഴിവ് അള്ളാഹു ത്വക്കില കൊടുത്തിരിക്കുന്നത്. അതിന്റെ ശരീരം മുഴുവനും ചെവി ചെയ്യുന്ന എല്ലാ പണിയും ചെയ്യുന്നുണ്ട്. നാളെ കയ്യ് സംസാരിക്കുമെന്ന് ഖുർആൻ. ഇതൊക്കെ ആപേക്ഷിക. നേരം വെളുക്കുമ്പോൾ ഒരാളുടെ മൂക്കിൽ നിന്ന് ഇങ്ങനെ പാട്ടുപാടാണ്. മാറി മാറി സംഭവിക്കാം അവയവങ്ങൾ. അർജുലുഹും, കാല് വർത്താനം പറയുന്ന ഖുർആൻ, കയ്യ് സംസാരിക്കുന്ന ഖുർആൻ. പാമ്പിന്റെ തൊലിയാ കേൾക്കുന്നത്, ഹബീബായ നബിയുടെ ഖൽബാണ് ഇനി കാണുന്നത്. കണ്ണുകൊണ്ട് കാണാനെങ്കിൽ ആ കാഴ്ചക്ക് ഒരു പരിധിയുണ്ട്. ആ കാഴ്ച കണ്ട ആള് ബോധം കിട്ടൂ. സയ്യിദുനാ മൂസ മനസ്സിലേക്ക് എത്തിയപ്പോ മനസ്സിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, ബോധം കിടും. ചില കാഴ്ചകൾ അങ്ങനെയാ. ചില കാഴ്ചകൾ, ചില ആക്സിഡന്റ് കണ്ട ബോധം കിട്ടും. കോഴിനെ നേരത്തെ ബോധം കിട്ടുകയാണ് മനുഷ്യന്മാരെ. നമ്മള് ചോര കണ്ട ബോധം കിട്ടും. നമ്മളോടാണ് ഈ ഇദ്റാഖൊക്കെ പറയാം, അതിന്റെ ഒന്നും ആവശ്യമില്ല. കണ്ണ് കണ്ടാൽ ചിലപ്പോൾ അത് ഖൽബിലേക്ക് എത്തുമ്പോഴേക്ക് ആള് വെടിയാവും. അത് അപൂർണമായ കാഴ്ച, കണ്ണുകൊണ്ട് കാണാം. അത് എല്ലാരും കാണുന്ന കാഴ്ചയാണ്. ഹബീബായ പ്രവാചകന്റെ കാഴ്ച ഒരുപാടുണ്ട്. അല്ലാഹനെ കാണാൻ വേണ്ടി ചെന്നോ, അല്ലാഹനെ കാണാൻ മുമ്പാരും പോയിട്ടില്ല, പോയവരൊട്ടും കണ്ടിട്ടില്ല. കണ്ടവരുടെ ഔപചാരിക മര്യാദകളെ കുറിച്ചൊന്നും എവിടെയും പറയപ്പെട്ടിട്ടില്ല. ലോകത്താദ്യത്തെ അനുഭവം, ലോകത്തെ അനുഭവം, അവസാനത്തെ അനുഭവം, ആകാശത്തിന്റെ ചുവട്ടിലുള്ള സർവ്വ സൃഷ്ടികളും കാതോർക്കുന്ന നിമിഷമാ. പുന്നാര നിബിധങ്ങൾ ഇഷ്ടഭാജനത്തിന്റെ മുന്നിലേക്ക് മെല്ലെ മെല്ലെ കടന്നു ചെല്ലുമ്പോ, അള്ളാനെ കാണാൻ ചെല്ലുമ്പോൾ എന്താ കൊണ്ടുപോകാ? അത്തിപ്പറ്റ ഉസ്താദിനെ കാണാൻ പോയവർ ഈത്തപ്പഴം കൊണ്ടുപോയില്ലേ? മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കാണാൻ പോയപ്പോൾ നമ്മൾ സുഗന്ധം കൊണ്ടുപോയവരല്ലേ? കണ്ണിയത്ത് അഹമ്മദ് മസ്നിയാരെ കാണാൻ പോയപ്പോൾ തേയിലയും പഞ്ചസാരയും കൊണ്ടുപോയവരല്ലേ? അള്ളാന്റെ ഹബീബ് അള്ളാഹുവിന്റെ മുന്നിലേക്ക് എന്താ കൊണ്ടുപോവാ? അള്ളാഹ്ക്ക് എന്താ കൊടുക്കാ? റബ്ബിന് ഒന്നും ആവശ്യമില്ലല്ലോ. അവൻ ഗനിയല്ലേ, അവൻ മുഗ്നിയല്ലേ, അവൻ സമദല്ലേ. അല്ലാഹു ആരിൽ നിന്നും ഒഴിവായി നിൽക്കുന്നവനല്ലേ, സ്വയം പര്യാപ്തനല്ലേ, അവൻ പ്രാപ്തനല്ലേ. അവനെ കുറിച്ച് ആർക്കും ഒന്നും തന്നെ കൊടുത്ത് മതിയാക്കേണ്ടതില്ലല്ലോ. പുന്നാര നിബിധങ്ങൾ അങ്ങോട്ട് കടന്നു ചെന്നിട്ട് പറയാ, അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. എല്ലാ അനുഗ്രഹീതമായ അഭിവാദ്യങ്ങളും എല്ലാ അനുഗ്രഹീതമായ പ്രകീർത്തനങ്ങളും അല്ലാഹുവേ നിനക്കാണ് തമ്പുരാനേ. അല്ലാഹു തിരിച്ചു പറയാ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. അതൊക്കെ വിശദീകരിച്ച സമയം ഒരുപാട്. ഇത് കേട്ട മലക്കുകൾ ഈ നിമിഷത്തിന് വേണ്ടി കാതോർത്ത് നിന്ന വാനലോകത്തിന്റെ സീമകളെ മലക്കുകൾ വിളിച്ചു പറഞ്ഞു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സാലിഹീൻ. നിസ്കാരത്തിന്റെ പവർ ഈ വാക്ക് വന്നതിലാണ്. ഇമാം ഖുർത്തുബി ഉദ്ധരിക്കുന്നുണ്ട് ഒരു ഹദീസ്. ഈ പദം ഉച്ചരിക്കുമ്പോൾ, നിസ്കാരത്തിൽ അത്തഹിയ്യാത്ത് പറയുമ്പോൾ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സാലിഹീൻ എന്ന് പറയുമ്പോൾ, ആ നിസ്കാരം നിർവഹിക്കുന്നവന്റെ ചുറ്റുവട്ടത്തുള്ള ജാതിമത ഭേദമന്യേ 100 വീടുകാർക്ക് അത് കാവലാണെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ആ സ്വാലിഹീങ്ങളിൽ നമ്മെ പെടുത്തുമാറാവട്ടെ. ഈ രക്ഷ അവിടെ കിട്ടി. എല്ലാവരും കാതോർത്തു. കടലിന്റെ ഗാനമേ, ഒരു നിമിഷം നീ കേട്ടിരുന്നു പോയ ആ സൗന്ദര്യമുള്ള ശബ്ദം ഏഴാനാകാശത്തിന്റെ പുറത്തെ ചുവട്ടിലെ പ്രകമ്പനം കൊണ്ട് അഷ്റഫുൽ ഖൽഖിന്റെ അഭിവാദ്യമല്ലേ?
കരയുടെ മൗനമേ, നീ കേട്ടതും അള്ളാഹുവിന്റെയും അവന്റെ ഹബീബിന്റെയും സംഭാഷണമല്ലേ? അവിടെ വെച്ച സമ്മാനം കൊടുക്കുകയാ നിസ്കാരം. നിസ്കരിക്കണേ, നിസ്കരിക്കണേ. മിഅ്റാജിന്റെ സന്ദേശം നിസ്കാരമാണ് എന്ന ആ ഒരു ഓർമ്മപ്പെടുത്തലിലൂടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. പ്രശ്നങ്ങളേതും പരിഹരിക്കാൻ ഏറ്റവും ഉതകുന്നതാ നിസ്കാരമെന്ന നിയമവും അമലും കബൂലാകുന്നതിനേതോ വേണ്ടതാ. പ്രാർത്ഥനയ്ക്ക് ഇജാബത്തും ഇതിൽ ബന്ധിച്ചതാ. ശത്രുക്കളോട് തീർക്കുന്നതിനേതോ മെച്ചമാ. അത് ആയുധം എന്ന് ഹദീസിൽ വ്യക്തമാ. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മിഅ്റാജ് ഞങ്ങളുടെ നിസ്കാരമാണെന്നാ നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചത്. അല്ലാ, നെഞ്ചേറ്റാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. പാപങ്ങൾ പൊറുക്ക് അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പറഞ്ഞതും കേട്ടതും സ്വീകരിക്കണേ അല്ലാ. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.